ഭവനത്തിലായിരിക്കുന്നവർ, വാഹനത്തിലായിരിക്കുന്നവർ, ഓഫ്ലൈനിൽ നമ്മുടെ കൂടെയുള്ളവർ, എല്ലാ സാഹചര്യവും മറന്ന്, എല്ലാം മറന്ന് നമ്മൾ കർത്താവിൻ്റെ സിംഹാസനത്തിനടുത്തേക്ക് വരികയാണ്. അതിനു വേണ്ടിയുള്ള സമയമാണ്. താങ്ക് യു ഡാഡ. യേശുവേ, ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഹെവൻലി അസംഷനുകൾ ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങളുടെ കൾച്ചറുകളെ പൊളിക്കാൻ, ഞങ്ങളുടെ ചിന്തകളെ പൊളിക്കാൻ താങ്ക് യു ഡാഡ. ഞങ്ങൾ വളർന്നു വന്ന പഴക്കങ്ങളെ പൊളിച്ചുകൊണ്ട് റിയൽ വർഷിപ്പ് കൾച്ചർ ഞങ്ങളിൽ ഫോം ചെയ്യട്ടെ. അതേതോ മണിക്കൂറുകൾ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനയായി തീരട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. ഞങ്ങളുടെ ജീവിത ശൈലി മുഴുവൻ ആരാധനയായി തീരട്ടെ. പാട്ട് പാടുന്നത് മാത്രമല്ലല്ലോ ആരാധന, ഞായറാഴ്ച രാവിലെ മാത്രമല്ലല്ലോ ആരാധന. ആരാധനകൾ ഉയരാം. താങ്ക് യു ഡാഡ. ഞങ്ങളൊക്കെ സ്നേഹിക്കും. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ആയി തീരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വി ട്രസ്റ്റ് ഇൻ യു ഡാഡ. ഓ മഹിമ കണ്ടു ഞാൻ യേശു, മധുരമായി ഞാൻ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. നമ്മുടെ എല്ലാമാണ് യേശു. നമ്മൾ പലപ്പോഴായി പണ്ട് മുതലേ ആരാധനകൾക്ക് പറയുന്ന ഒത്തിരി റവലേഷനുകളുണ്ട്. ദൈവം നമ്മെ തന്നിരിക്കുന്ന റവലേഷനുകൾ. റവലേഷനാണ് ദൈവം നമ്മൾ എന്തായി മാറുന്നെന്ന് മനസ്സിലാക്കുന്നത് റവലേഷനിലൂടെയാണ്. വെളിപ്പാടുകളാണ് നമ്മുടെ യഥാർത്ഥത്തെ മനസ്സിലാക്കുന്നത്. വെളിപ്പാടുകളാണ് നമുക്ക് ആരാണെന്നും നമ്മൾ എന്താണ് ചെയ്യുന്നതിൻ്റെയും അർത്ഥം മനസ്സിലാക്കി തരുന്നത്.
ഇപ്പോൾ റെവലേഷൻസ് നമുക്കധികം ഉണ്ടാകട്ടെ, റെവലേഷൻസിന്റെ വർധനവുകൾ ഉണ്ടാകട്ടെ. പാട്ടുകൾക്ക് പല ഭാവങ്ങളുണ്ട്, പാട്ടിനൊത്തിരി ഭാവമുണ്ട്. ആ ഭാവം മനസ്സിലാക്കി പാടുമ്പോൾ അതിൻ്റെ ലൈഫ് ഉണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ സോൾ ഉണ്ടാകും. പാട്ടിനൊരു പ്രാണനുണ്ട്, പാട്ടിനൊരു ജീവനുണ്ട്. പലപ്പോഴും പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ പാട്ടുകളെ കൊണ്ടുവരും. കൈയടിച്ച് പാടുക എന്നുള്ള സ്പീഡിലാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അങ്ങ് പോകും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകും. നമ്മുടേതായിട്ടൊരു രീതിയുണ്ട്, നമ്മൾ കണ്ടുവന്ന ഓരോ പഴക്കങ്ങളുണ്ട്, ആരൊക്കെയോ നമുക്ക് കാണിച്ചത്. അത് തെറ്റൊന്നൊരിക്കലും പറയുന്നില്ല, അതൊരിക്കലും തെറ്റല്ല. പക്ഷേ ഓരോ പാട്ടിന് ഓരോ സോളുണ്ട്, ഓരോ പാട്ടിന് അതിൻ്റെതായൊരു ലൈഫുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ പാട്ട് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കണം, പാട്ടിൻ്റെ ഭാവം മനസ്സിലാക്കണം. നിങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ യേശുവിനെ കുറിച്ച് പറയുന്ന പാട്ടുകളുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ യേശു അത്ഭുതവാനാണ്, എൻ്റെ യേശു നല്ലവനാണ്, അവൻ വല്ലഭനാണ്. അങ്ങനെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയുന്ന പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടറുകളെ വർണ്ണിക്കുന്ന, ദൈവത്തിൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്ന, ദൈവമേ അങ്ങ് എത്ര അത്ഭുതവാനാണ്, അങ്ങ് എത്ര മനോഹരമാണ്, അങ്ങേ പോലെ ആരുമില്ല, അങ്ങാണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞ് ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന പാട്ടുകളുണ്ട്. ദൈവത്തെ നോക്കി ദൈവത്തോട് പാടുന്ന പാട്ടുകൾ. പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടുകൾ മാത്രമല്ലാതെ പ്രകൃതിയിലൂടെ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന പാട്ടുകളുണ്ട്. സൗന്ദര്യം കണ്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യം സൗന്ദര്യം കണ്ടുകൊണ്ട് നാം പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്തുയരുന്ന പാട്ടുകളുണ്ട്. ശബ്ദം പുറത്തു വരുന്ന പാട്ടുകളല്ലാത്ത ഹൃദയത്തിനകത്തുണ്ടാകുന്ന പാട്ടുകളുണ്ട്. ഈ പാട്ടുകളുടെ ഭാവം മനസ്സിലാക്കിയാൽ അതിനകത്തുള്ള സോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ പ്രാണൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യേശുവിനെ നോക്കി വർണ്ണിക്കുന്ന പാട്ടുകളുണ്ട്. അതിലേറ്റവും വ്യത്യസ്തനായി ഇതിൻ്റെ മറ്റൊരു ഭാവം വെളിപ്പെടുത്തിയ ഒരാളാണ് ദാവീദ്. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ദാവീദിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവ് സ്വന്തം പ്രാണനോട് പറയുന്ന പാട്ടുകളാണ്. അധികവും സ്വന്തം ആത്മാവ് സ്വന്തം എൻ്റെ മനമേ നീ സ്വസ്ഥമായിരിക്കുക. കൂരുൾ താഴ്വര ആയാലും മരണത്തിൻ്റെ താഴ്വര ആയാലും ശത്രുക്കൾ നിറഞ്ഞാലും ചുറ്റും പ്രതികൂലങ്ങളാണെങ്കിലും ഭയമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് തന്നെ പാടുന്ന പാട്ടുകളുണ്ട്. നമ്മളതൊരു സങ്കീർത്തനമായി വായിച്ചു പോകുന്നുവെങ്കിലും അത് ഒരു പാട്ടുകളാണ്. ദാവീദ് തൻ്റെ സാഹചര്യത്തിനകത്തിരുന്നും കിന്നരം ഉപയോഗിച്ച് പാടിയ പാട്ടുകളാണ്, തനിക്കുണ്ടാകുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാടിയ പാട്ടുകളാണ്. അതിന് ഓരോ രാഗമുണ്ടായിരുന്നു, ഓരോ താളമുണ്ടായിരുന്നു. ഇച്ചിരി കൂടി ആഴത്തിൽ പറഞ്ഞാൽ രാഗങ്ങൾക്കകത്തും സ്കെയിലുകൾക്കകത്തും ദൂതന്മാരുമായി ഭയങ്കര ബന്ധങ്ങളുണ്ട്. സ്കെയിൽ മാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, മ്യൂസിക്കുമായി ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാകും, സ്കെയിൽ മാറുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ മുഴുവൻ മാറാറുണ്ട്. കോഡ്സ് മാറുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ മാറാറുണ്ട്. അത് ഏഞ്ചൽസുമായി ഒത്തിരി ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ ആരാധനയായി മാറണം. നാം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ. നമ്മൾ ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ്സ് പലപ്പോഴും പറയാറുണ്ട്, വർഷിപ്പ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. ആരാധന ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ഒരു ഹൃദയം ദൈവസന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ ആ ഹൃദയത്തിനുണ്ടാകുന്ന വികാരത്തിൻ്റെ പേര് ആരാധന എന്നാണ്. എന്നൂടെ പറയാം, ദൈവസാന്നിധ്യത്തിനകത്തൊരു ഹൃദയം വിശ്രമിക്കുമ്പോൾ ആ ഹൃദയത്തിൻ്റെ വികാരത്തിൻ്റെ പേര് ആരാധന എന്നാണ്. ഒരു ഹൃദയം നന്ദി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നെങ്കിൽ ആ ഓവർഫ്ലോയിങ്ങിൻ്റെ പേര് ആരാധനയാണ്. ആ കവിഞ്ഞൊഴുക്കിൻ്റെ പേര് ആരാധനയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളായി ദൈവം വളരെ ശക്തമായിട്ട് പറയുന്നൊരു വർഷിപ്പാണ് ലേട്രിയോ വർഷിപ്പ്. ഗ്രീക്ക് പദത്തിലാണ് ലേട്രിയോ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് തൻ്റെ എല്ലാ ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്ന എല്ലാ ലേഖനങ്ങളിലും കൂടെ 22 പ്രാവശ്യത്തിൽ ആ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടു സെർവ്, ശുശ്രൂഷിക്കുക, ലേട്രിയോ വർഷിപ്പ്. അത് തന്നെയാണ് എബ്രായ പദത്തിൽ ആദാമിനെ ഉണ്ടാക്കിയപ്പോൾ ദൈവം പറഞ്ഞു അബാദ്, സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തോട്ടത്തെ പരിപാലിക്കുക,
തോട്ടത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ സോഴ്സുകളെ, റിസോഴ്സുകളെ ഭരിക്കാൻ കഴിവുള്ളവനാകുക. ദൈവത്തിൻ്റെ റിസോഴ്സുകൾ ദൈവം ആദാമിനെ ഏൽപ്പിച്ചിരുന്നു. ഈ ശാപം വന്നതിന് ശേഷമാണ് ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടി വന്നത്. അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന വർക്ക് വർഷിപ്പായിരുന്നു. ദൈവം ഉണ്ടാക്കിയതിനെ പരിപാലിക്കുന്നത് ആരാധനയാണ്. ദൈവം ഉണ്ടാക്കിയതിനെ ശുശ്രൂഷിക്കുന്നത് ആരാധനയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഉദരത്തിൽ വഹിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, യു വർഷിപ്പിംഗ്, നിങ്ങൾ ആരാധിക്കുകയാണ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി സമയം ചെലവിടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരു കുടുംബത്തെ നിങ്ങൾ പോറ്റി പുലർത്തുമ്പോൾ, നിങ്ങളത് വർഷിപ്പ് ചെയ്യാണ്. എന്താ വർഷിപ്പ് ചെയ്യുന്നറിയോ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്ന മന്ദിരത്തെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എങ്ങനെ ആയാലും. നിങ്ങൾ ആഹാരം വയ്ക്കുമ്പോഴാകട്ടെ, നിങ്ങൾ പലർക്കും വേണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴാകട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ചിലർക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നതാകട്ടെ, അതൊരു വർഷിപ്പാണ്. പക്ഷെ ആ വെളിപ്പാടോടെ ജീവിക്കുമ്പോൾ മാത്രമാണ് നാം ഇന്ന് കാണുന്ന ഒരു സ്വർഗീയ തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്. ആ റെവലേഷൻ നമുക്കുണ്ടാകണം. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരത്തെ ഞാൻ ശുശ്രൂഷിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന യേശു അവൻ്റെ അകത്തുണ്ട്. സോ ഞാൻ അവനെ കെയർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നു, നിങ്ങളിൽ എളിയവന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതാകുന്നു. എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ നല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, എനിക്ക് ചെയ്യുന്നതാകുന്നു. ഞാൻ വിശന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ ആവശ്യങ്ങളുമായി വന്നു, ഞാൻ പാർപ്പിടമില്ലാതെ വന്നു, നിങ്ങൾ എന്നെ പാർപ്പിടം തന്നില്ല. ഇതെല്ലാം ആരാധനയ്ക്ക് വിരോധം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സഹജീവികളെ, മറ്റുള്ളവരെ, പ്രകൃതിയെ നാം സംരക്ഷിക്കുമ്പോൾ, കെയർ ചെയ്യുമ്പോൾ, അവരെ വളർത്തിയെടുക്കുമ്പോൾ, അവർക്ക് സമയം ചെലവഴിക്കുമ്പോൾ, ഈവൻ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പോലും ഈ റെവലേഷന് ജോലി ചെയ്താൽ നമ്മളൊരു ഭയങ്കര വർഷിപ്പറാണ്, ആരാധകനാണ്. നമ്മുടെ കാഴ്ചകൾ മാറട്ടെ. ഇത് ആരാധിക്കാൻ വേണ്ടി ആരാധനയുടെ ദൂതന്മാർ കൂടെ കൊണ്ട് നടക്കുന്ന തലമുറയായി മാറട്ടെ. എങ്ങനെയാണ് സ്വർഗത്തിലെ ദൂതന്മാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? ഹെവൻലി ഹെൽപ്പേഴ്സിനെ എപ്പോഴും അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, അവർ എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടെന്നറിയാമോ? ദൂതന്മാർ ഉണ്ടാക്കപ്പെട്ടത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഏഞ്ചൽസ് വർ ക്രിയേറ്റഡ് ഫോർ വർഷിപ്പ്. ദൂതന്മാർ ക്രിയേറ്റ് ആയത് ആരാധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ, അവർ എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടോ അത് നാം സ്തുതിക്കുമ്പോൾ അവർ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഞ്ചലിക് ആക്ടിവേഷൻ ഉണ്ടാകുന്നത് ആരാധനയ്ക്കകത്താണ്. കാരണം അവർ ഉണ്ടാക്കപ്പെട്ടത് ആരാധനയ്ക്ക് വേണ്ടിയാണ്. എപ്പോഴും നമ്മുടെ ജീവിതം, എല്ലാ പ്രവൃത്തിയിലും, ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആരാധനയാകട്ടെ. നമ്മുടെ ജീവിതം ആരാധനയാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാമോ? പിതാവേ, വെളിപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. മറഞ്ഞിരിക്കുന്ന സത്യത്തെ വെളിയിൽ കൊണ്ടുവരുന്നതാണ് റെവലേഷൻസ്. വെളിപ്പാടുകൾ ഞങ്ങളെ ജീവിപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിതം മധുരമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതം മഹത്വമായി തീരട്ടെ. എൻ്റെ എല്ലാം നീയാണെന്ന്, എൻ്റെ എല്ലാം യേശുവാണ്. ഓ ഡാ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ യേശുവിൽ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ, മധുരമായി ഞാൻ
സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം, യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ. മധുരമായി ഞാൻ എന്നേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ. മധുരമായി ഞാൻ എന്നേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എല്ലാം. ചേർന്ന് പാടാം. നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? ശബ്ദം ഉയർത്തി പറയണം. മഹിമ കണ്ടു ഞാൻ യേശുവിൽ, എന്നേശുവിൽ. മധുരമായി ഞാൻ, മധുരമായി ഞാൻ യേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം, യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ. മധുരമായി ഞാൻ എന്നേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ, സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എൻ്റെ, യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ, മഹിമ കണ്ടു ഞാൻ യേശുവിൽ. മധുരമായി ഞാൻ എന്നേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ, സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എൻ്റെ എല്ലാം, യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ യേശു. മധുരമായി ഞാൻ യേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ യേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. ഓരോ ദിവസവും ദൈവത്തോട് കൂടെ നടന്ന ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവത്തെ അധികമായി അറിയുക. ദൈവത്തെ അറിഞ്ഞാൽ നാം ആരാണെന്ന് തിരിച്ചറിയാം. അതായത് നമ്മുടെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞാൽ നാം ആരെന്ന് തിരിച്ചറിയാൻ പറ്റും. നാം എവിടെ നിന്നാണ് ജനിക്കപ്പെട്ടത്, നാം എവിടെ നിന്നാണ് വന്നത്, നാം എവിടെ നിന്നാണ് ജനിക്കപ്പെട്ടെന്നുള്ള ഉറവിടം മനസ്സിലായാൽ നാം ആരെന്ന് മനസ്സിലാകും. ഞാൻ ആരെന്നുള്ള യഥാർത്ഥ ബോധ്യത്തിൽ ജീവിക്കുന്നവന്റെ പേരാണ് ആരാധകൻ. അതോടെ പറയാം, യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ മാനവജാതികളെ രക്ഷിക്കാൻ വേണ്ടി, അവരുടെ പാപത്തിന് വേണ്ടി യാഗമാകാൻ വേണ്ടി, ന്യായപ്രമാണത്തിൽ നിന്നും ജനത്തെ യഥാർത്ഥ പക്വതയിലേക്കും നീതീകരണത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്ത് പർപ്പസോടുകൂടെ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചോ ആ പർപ്പസിൽ യേശു ജീവിച്ചത് കൊണ്ടാണ് യേശു ഒരു നല്ല ആരാധകനായി മാറിയത്, യേശു ഒരു ബെസ്റ്റ് വർഷിപ്പറായത്. അപ്പോൾ നമ്മയും ദൈവം ഭൂമിയിൽ അയക്കുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് അയക്കുന്നതിന് ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട്. അതിന് ദൈവം ഒത്തിരി പ്രാധാന്യം നൽകുന്നുണ്ട്. നാം ചിന്തിച്ചിട്ടല്ല നമ്മൾ ജനിക്കുന്നത്, നമ്മുടെ പ്ലാൻ കൊണ്ടല്ല നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ ഏത് കുടുംബത്തിൽ ജനിക്കുന്നുവോ, ഏത് കൾച്ചറിൽ ജനിക്കുന്നുവോ, ഏത് കാലഘട്ടത്തിൽ ജനിക്കുന്നുവോ, ഇതിനെല്ലാം ദൈവത്തിന് വ്യക്തമായ പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്.
അപ്പോൾ എന്തിനു വേണ്ടി ഞാൻ നിർമ്മിക്കപ്പെട്ടോ അതിൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിട്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പേര് ആരാധകൻ എന്നാണ്. വി ആർ ദ വർഷിപ്പേഴ്സ്. ജീവിതം കൊണ്ടാണ് ആരാധനയെ തെളിയിക്കേണ്ടത്. കേവലം മണിക്കൂറുകൾ കൊണ്ടല്ല, ജീവിതമാകട്ടെ നമ്മുടെ ആരാധന. ഓരോ ദിവസവും കൂടെ നടക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണമാണ്. എൻ്റെ സഹോദരനാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ആദ്യം കാണുമ്പോൾ ഒരു ഹൈ ബൈ റിലേഷൻ ആയിരിക്കും. പക്ഷേ അധികമായി വരുമ്പോൾ എനിക്കറിയാം ഒരു കാര്യത്തെ അവൻ എങ്ങനെയാണ് കാണുന്നത്, അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഒരു കാര്യത്തെ അവൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അവൻ്റെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്, അവൻ്റെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ എങ്ങനെ ആയിരിക്കും ജീവിക്കുക, എല്ലാം എനിക്ക് മനസ്സിലാകും. അത് നമ്മൾ കൂടെ അടുത്ത് നടക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ ദൈവത്തോട് കൂടെ നടക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ആരാധന. നമ്മൾ ചർച്ചിനകത്ത് പോയി ഞായറാഴ്ചകൾ മാത്രം മീറ്റിംഗ് ഉണ്ടെന്നുണ്ട് നമുക്കൊരു ആരാധന 2 മണിക്കൂർ മാത്രമാണ്. പക്ഷെ റിയൽ വർഷിപ്പ് എന്ന് പറയുന്നത് ലൈഫാണ്, ദൈവത്തോട് കൂടെ നടക്കുന്ന ജീവിതമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ആരാധനയായി തീരട്ടെ. വാവ്, ഇങ്ങനെയാണോ എൻ്റെ പിതാവ്? ഒരു സംഭവം നടക്കുമ്പോൾ, എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ നമുക്കത് അതിനകത്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ, ഓ എൻ്റെ അപ്പൻ ഇങ്ങനെയാണോ, അങ്ങനെയെങ്കിൽ ഞാനും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും. ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ വാവ്, എൻ്റെ ദൈവം ഇങ്ങനെയാണോ? ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അപ്പൻ ഇങ്ങനെയാണോ, അങ്ങനെയെങ്കിൽ എൻ്റെയും ഭാവം അങ്ങനെ ആവണം. കാരണം ഞാൻ അവിടെ നിന്ന് ജനിക്കപ്പെട്ടവനാണ്. എന്നെ പൊല്യൂട്ടഡ് ആക്കാൻ കഴിയില്ല, എന്നെ മലിനമാക്കാൻ കഴിയില്ല. ആ ജീവിതത്തിൻ്റെ പേരാണ് ആരാധന. ആമേൻ. ഈ ദിവസങ്ങളിൽ നമ്മൾ തന്നെ, നമ്മുടെ ശുശ്രൂഷകന്മാർ തന്നെ എഴുതിയ പാട്ടുകൾ പാടണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ നയിക്കുന്നത് പോലെ പോകും. എന്നാലും 1-2 പാട്ടുകൾ ഇന്നും നമ്മൾ പാടി അങ്ങനെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവം നമുക്ക് തന്ന റെവല്യൂഷനുകൾ, എങ്ങനെയാണ് ആ പാട്ട് എഴുതാനുള്ള അനുഭവങ്ങൾ. പാട്ടുകൾ ഒരിക്കലും തെറ്റുകളല്ല. കഴിഞ്ഞൊരു തലമുറ എഴുതിയ പാട്ടുകളുണ്ട്, അവരുടെ അനുഭവത്തിൽ നിന്നും എഴുതിയ പാട്ടുകളുണ്ട്. ഒത്തിരി പേർക്ക് അത് ആശ്വാസമാണ്. പല രീതിയിലും പാട്ടുകളുണ്ട്. ഒരു പാട്ട് എഴുതുന്നൊരു വ്യക്തി, നമ്മൾ ആ പാട്ട് ഒരിക്കലും ലിറിക്സ് മാറ്റി പാടാൻ പാടില്ല എന്നതാണ് സത്യം. കാരണം അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ചിലപ്പോൾ അദ്ദേഹം എഴുതുന്നത് ദോഷിയായി എന്നെ വിടുവിച്ചു എന്നായിരിക്കും. നമ്മൾ പറയും നമ്മൾ ദോഷിയല്ലല്ലോ. റൈറ്റാണ്, നമ്മൾ ദോഷിയല്ല. കാരണം നമ്മൾ ദൈവം രക്ഷിച്ചു, സ്നേഹിച്ചു. ഇതിനു മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷേ ആ എഴുത്തുകാരൻ്റെ അനുഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എൻ്റെ മെൻറ്റർ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരിക്കലും മറ്റൊരാൾ എഴുതിയ പാട്ടുകൾ അധികം റീറൈറ്റ് ചെയ്യരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ചില വരികൾ നമുക്ക് ഒത്തിരി ഇഷ്ടമില്ലാത്ത വരികളുണ്ടായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം വിധിക്കാൻ പോകരുത്. നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ അത് ശരിയല്ലെന്ന് പറയാൻ പോകരുത്. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ വരികൾ വേണ്ടെങ്കിൽ നമ്മൾ പാടരുത്, നമ്മൾ വേറെ പാട്ടുകൾ ഉണ്ടാക്കണം. ആമേൻ. അപ്പോൾ കഴിഞ്ഞൊരു തലമുറ എഴുതിയ പാട്ട് തെറ്റെന്നല്ല, അവർ അവരുടെ അനുഭവവും അവരുടെ കാഴ്ചപ്പാടും അവരുടെ റെവലേഷനും അനുസരിച്ചാണ്. ഇത് തലമുറ മാറി, വേഗത വർദ്ധിച്ചു, വെളിപ്പാടുകൾ മാറി. കഴിഞ്ഞൊരു തലമുറയിൽ കേൾക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഉണ്ടായി വന്നതല്ല. പണ്ടേ ഉണ്ടായിരുന്ന സത്യം പക്വതയിലേക്ക് വരുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നതാണ്, ദൈവം റിവീൽ ചെയ്യുന്നതാണ്. കഴിഞ്ഞൊരു തലമുറയ്ക്ക് പറ്റിപ്പോയൊരു കാര്യം, അവർക്ക് മലയാളം ബൈബിളുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. 19-ലധികം ട്രാൻസ്ലേഷൻ വന്നിട്ടാണ് മലയാളം വരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകളും ട്രാൻസ്ലേഷൻ രീതികളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് യഥാർത്ഥ ഭാഷയെ, മൂലഭാഷകൾ വായിക്കാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റികൾ ദൈവം തന്നു. അത് വായിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കണ്ണ് തുറക്കപ്പെടുകയാണ്. ദൈവം എന്താണ് അവിടെ ഉദ്ദേശിച്ചത്, ദൈവം എന്താണ് അവിടെ കാണുന്നത്, വീണ്ടും നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ എഴുതിയ പാട്ടുകളുണ്ട്, വെളിപ്പാടുകളുള്ള പാട്ടുകളുണ്ട്. അതും നമ്മൾ പാടി ആരാധിക്കാൻ പോവാണ്. ഇന്നത്തെ ഈ ആരാധനയിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഇത് ഹോളിനകത്ത് മാത്രമല്ല, എപ്പോൾ കേട്ടാലും ലൈവ് കഴിഞ്ഞ് കേൾക്കുമ്പോഴായാലും നിങ്ങളുടെ ലൈഫ് മാറും. ഞങ്ങൾ എന്താണോ അനുഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് കണ്ടാലും അത് ആരാധനയിൽ കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആരാധനയിൽ ജീവിക്കാൻ അതൊരു അറ്റ്മോസ്ഫിയറാണ്, അതൊരു അന്തരീക്ഷമാണ്. അതിനകത്ത് എപ്പോഴും നമുക്ക് ദൂതന്മാരെ കാണാൻ പറ്റും. അതിനകത്ത് എന്തും സംഭവിക്കുന്നത് യാദൃച്ഛികമല്ല. അതിനകത്തെല്ലാം പ്രീ പ്ലാൻഡ് ആണ്, ദൈവത്തിൻ്റെ സ്റ്റോറിയിലുള്ളതാണ്. നമുക്കത് ഭയങ്കര ഇതായിരിക്കും, പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ സ്റ്റോറിയിലുള്ളതാണ്. ഒരു ആരാധകനായിരുന്നാൽ അവൻ കഷ്ടതകൾ വരുന്നത് അവൻ്റെ ആഘോഷമാണ്. ഞാൻ ഒത്തിരി തവണ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദ്യമായി ഞാൻ ചർച്ചയിൽ വന്ന സമയത്ത് ഹെവൻലി കിങ്ഡം നമ്മുടെ നിയോഗത്തിൽ 2014 വെക്കേഷനാണ് ഞാൻ വരുന്നത്. ആ ദിവസങ്ങൾ ദൈവം ഒത്തിരി റെവലേഷൻസ് തരുമ്പോൾ പുറത്തു നിന്ന് പറയാനൊരു ധൈര്യമില്ല, സ്റ്റേജിൽ മൈക്ക് പിടിച്ച് നിൽക്കാനൊരു ധൈര്യമില്ല. ആ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ യാത്രയിൽ റോഡിലൂടെയും മരങ്ങളോടും ഈ റെവലേഷൻസ് പറയുകയും പ്രവചിക്കുകയും പോകുന്ന സമയത്ത്
ദൈവം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ അകത്ത് എത്രമാത്രം റെവലേഷൻ വന്നാലും അതിനെ തുറന്നു വിടാനൊരു ധൈര്യം വേണം. അത് പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്നതാണ്. അത് ആത്മാവിൻ്റെ ബലമാണ്. നമ്മുടെ ജീവിതം മാറുന്നത് വെളിപ്പാടുകളിലൂടെയാണ്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ആ ദിവസങ്ങളുണ്ടായിരുന്നു, പുറത്തു പറയാൻ കഴിയാത്ത പ്രശ്നങ്ങളോട് ഞാൻ പോകുമ്പോൾ. എന്നാൽ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, കഷ്ടത ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന കഷ്ടതകൾ ആരാധന മനോഭാവം ഉണ്ടവൻ്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ്റെ മേൽ ഇത് വന്നാൽ അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കാതെ അവൻ പൊളിച്ചു കളയും. ഹല്ലേലൂയ. പൗലോസിനെ ശീലാസിനെ ഒരുമിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ അടുത്തൊരാളെ കാരാഗ്രഹത്തിൽ കൊണ്ടിടാൻ ഈ ആ കാരാഗ്രഹം ഉണ്ടോ അവിടെ? ഇല്ല. അതവരുടെ വെളിപ്പാടായിരുന്നു. അവർ ആരാധിച്ചതോടെ കാരാഗ്രഹം പൊളിഞ്ഞു പോയി. ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ധൈര്യം, ചുണയുണ്ടെങ്കിൽ എൻ്റെ മകനെ തൊട്ടു നോക്ക. പഴയ നിയമവും ഉണ്ടാകുന്നതിന് മുൻപെയാണ് ഇയ്യോബ് ജീവിച്ചിരുന്നത്. ഇയ്യോബ് ബൈബിളിലെ ബുക്ക് വരുമ്പോഴാണ് നടുഭാഗത്ത് വരുന്നതെങ്കിലും ഇയ്യോബ് ഒരു അബ്രഹാമൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു സമകാലികതയിൽപ്പെട്ട ഒരാളായിരുന്നു ഇയ്യോബ്. നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ, പുതുനിയമവും പഴയ നിയമവും ഉണ്ടാകുന്നതിന് മുൻപെയാണ്. അന്ന് ദൈവത്തിന് ഇയ്യോബിനെ കുറിച്ച് ഉറപ്പുണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മകനെ തൊട്ട് നോക്കാം. ദൈവത്തിനൊരു ഉറപ്പുണ്ടാകും, അത് ആരാധകനിലാണ്. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഇയ്യോബ് സംസാരിക്കുന്ന രീതികൾ. ഈസ് എ ഗുഡ് വർഷിപ്പർ. ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന രീതികൾ. ഒറ്റ ഉത്തരം പറയാനായിരിക്കും, പക്ഷെ അദ്ദേഹം ഒത്തിരി സെന്റൻസുകൾ പറഞ്ഞിട്ട് ദൈവത്തെ പ്രൈസ് ചെയ്ത് പറയാറുണ്ട്. അദ്ദേഹം ഒരു നല്ല വർഷിപ്പറാണ്. ദൈവം നമ്മെ ട്രസ്റ്റ് ചെയ്യുന്നത് ആരാധനയുടെ അടുത്തൊരു തലമാണ്. നമ്മളെല്ലാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ ദൈവം നമ്മെ ട്രസ്റ്റ് ചെയ്യണം. ഇന്നൊരു കാര്യം ഇവനെ ഏൽപ്പിച്ചാൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, ഇന്നൊരു കാര്യം ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു കടബാധ്യത ഇവനെ ഏൽപ്പിച്ചാൽ ഇവൻ അതിനകത്ത് യേശു എന്ന ജയക്കൊടി ഉയർത്തും. അടുത്ത തലമുറ അത് കാണാതെ ഇല്ലാതാക്കുമെന്ന ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് പലതും നമ്മുടെ മേൽ സംഭവിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ ടെറിട്ടറിയിലുള്ള വേറെ ആർക്കെങ്കിലും കൊടുത്താൽ അവിടെ ചിലപ്പോൾ ഒരു മരണം ഉണ്ടായേക്കാം, അവിടെ ചിലപ്പോൾ ഒരു ആത്മഹത്യ ഉണ്ടായേക്കാം. അത് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം നമ്മെ ഏൽപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ കൾച്ചർ നമ്മെ പഠിപ്പിക്കുന്ന, അയ്യോ എന്ന് തീരും, എന്ന് മാറും, എന്ന് ഇതിനെ മാറ്റാൻ പറ്റും. ഇത് കൾച്ചർ കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മെ ദൈവം അവിടെ അയക്കുന്നത് എന്തിനെന്നറിയാമോ? ഇതെന്ന് മാറുമെന്നല്ല, അതിനെ എനിക്ക് മാറ്റാൻ കഴിവുള്ള കപ്പാസിറ്റി എന്ന് റിവീലാകും. അതാണ് ആരാധകൻ. വർഷിപ്പർ അതാണ്. പാട്ട് പാടുന്നവൻ മാത്രമല്ല ആരാധകൻ. അതിനെ പൊളിക്കാനുള്ള കരുത്ത് എന്ന് എൻ്റെ മേൽ റിവീലാകും. പക്ഷെ നമ്മുടെ കൾച്ചർ അറിവില്ലാത്തത് കൊണ്ടാണ് അവർ പറഞ്ഞത് ഇനി എന്ന് മാറുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഉപവസിക്കാം. മാറാൻ വേണ്ടിയല്ല ഉപവസിക്കേണ്ടത്, അതിനെ മാറ്റാനുള്ള കരുത്ത് പ്രാപിക്കണം. That's worship. അതാണ് ആരാധകൻ. നമ്മുടെ ജീവിതം ഒരു ആരാധനയായി മാറട്ടെ. എന്തെങ്കിലും പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ നമ്മുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ, അയ്യോ കർത്താവേ എന്തിന് സംഭവിച്ചു എന്ന് പറയുന്നവൻ വെളിപ്പാടില്ലാത്തവനാണ്. പക്ഷെ അത് സംഭവിച്ചെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടി ഇത് എനിക്ക് സംഭവിച്ചു? അതിനകത്ത് എന്നെക്കുറിച്ച് ദൈവം എന്തോ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ലോ. എന്തിനു വേണ്ടി ഈ കാര്യം എൻ്റെ അടുത്ത് വന്നു? ഇതിനകത്ത് എന്തോ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ദൈവം നമ്മെ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നാം പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. അവിടെ അതിനെ റിവീൽ ചെയ്യുമ്പോൾ, അതിനെ മനസ്സിലാക്കുമ്പോൾ, ആ കഷ്ടത എന്താണെന്ന് പിടികിട്ടുമ്പോൾ, അതിനെ ഇല്ലാതെയാക്കുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ വർഷിപ്പറാകുന്നത്. പക്ഷെ കൾച്ചർ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെ അത് മാറാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് ഉപവസിക്കാം, നമുക്കത് പ്രാർത്ഥിക്കാം. അത് കൾച്ചറാണ്. ഇന്ന് നമ്മൾ അതിനെ പൊളിച്ചിട്ട് ഒരു വർഷിപ്പ് കൾച്ചറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എൻ്റെ ഒരു മുടി പോലും നിലത്ത് വീഴുന്നെങ്കിൽ എൻ്റെ അപ്പൻ അറിയുന്നു. അങ്ങനെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ദൈവം അറിയാത്തതുകൊണ്ടാണോ? അല്ല, ദൈവത്തിന് എന്തോ നമ്മിലൂടെ ചെയ്യാനുണ്ട്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, കർത്താവ് എന്തിനിങ്ങനെ വന്നു? പക്ഷെ ദൈവത്തിന്റെ മനസ്സ് കാണാൻ നമ്മൾ മനസ്സിലാക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് മുഴുവൻ മരണമാണ്. അടുത്തൊരു ജനറേഷൻ ഇല്ല, ആൺമക്കൾ മുഴുവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവതയ്ക്ക് വേണ്ടി യാഗം കൊടുത്തുകൊണ്ടിരിക്കുക ആൺമക്കളെ മുഴുവൻ. പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ ഹൃദയം എന്തെന്നറിയാമോ? അടിമക്കൂടാരത്തിൽ നിന്നും ഒരുവനെ എനിക്ക് കൊട്ടാരത്തിൽ വളർത്തിയെടുക്കണം. കൂടാരത്തിൽ മുഴുവനുള്ള ചിന്ത ഇനി അടുത്തൊരു ആൺ തലമുറയില്ല. ലക്ഷക്കണക്കിന് ജനത്തിന്റെ ചിന്ത ഇനി നമ്മുടെ ലീനേജിനെ കൈമാററ്റം ചെയ്യാൻ അടുത്തൊരു ആൺ സന്തതിയില്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം എന്തെന്നറിയാമോ? കൂടാരത്തിനകത്ത് കിടക്കുന്ന ഒരുവനെ എനിക്ക് കൊട്ടാരത്തിൽ രാജാവിന്റെ മകനെ പോലെ വളർത്തിയെടുക്കണം. നമ്മുടെ ഭാവി ദൈവത്തിന്റെ കയ്യിൽ അതിമഹത്തായി ഇരിക്കുകയാണ്.
നമ്മുടെ ഫ്യൂച്ചർ ദൈവത്തിന്റെ കയ്യിലുണ്ട്. നമ്മളെപ്പോഴും പാസ്റ്റിനെ കണ്ട് ചോദ്യം ചെയ്യുന്നവനാണ്. അപ്പോൾ ആരാധനയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റിവിടെയാണ്. നമ്മെ മലയാളി സമൂഹം പഠിപ്പിക്കുന്നത് ഇതെങ്ങനെ മാറും കർത്താവേ, എനിക്ക് എന്തിനീ കഷ്ടത വന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം വന്നു, ഇതെങ്ങനെ മാറും? നോ, ദൈവം എന്നെ അതിനകത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ എന്നിലൂടെ എന്തോ ഒരു ശുശ്രൂഷ ദൈവം അതിൽ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ദ വർഷിപ്പർ. അതൊരു ആരാധകനാണ്. അതായിരിക്കണം നമ്മുടെ റെവലേഷൻ. നമുക്ക് വേണ്ടി തന്ന ടെറിട്ടറിയിൽ ദൈവം എന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനോടുകൂടെ അതിനെ അവസാനിപ്പിക്കും. ഇനിയൊരു തലമുറയ്ക്ക് ഞാനത് കൈമാറത്തില്ല. അടുത്ത തലമുറ ദൈവിക മഹത്വം കാണാനുള്ളതാണ്. വർഷിപ്പേഴ്സ് എപ്പോഴും അന്തരീക്ഷത്തെ തിരിക്കുന്നവരാണ്. വർഷിപ്പേഴ്സ് എപ്പോഴും ആരാധന കൊണ്ട് അവരുടെ എല്ലാ ചരിത്രത്തെയും തിരിക്കാൻ കഴിയുന്നവരാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താഗ്രഹത്തെയും അവൻ മാനിക്കുന്നവനാണ്. ഒരു നിമിഷവും കൂടെ പ്രാർത്ഥിക്കാമോ? ഈ ഒരു ആരാധനയുടെ കൾച്ചർ ഞങ്ങളിൽ ഉണ്ടാകട്ടെ. ആരാധനയിൽ എപ്പോഴും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് യേശുവ. യേശു മാത്രം. പഴയ നിയമത്തിൽ യാഗമാണ് ആരാധനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ ഹാർട്ട് എന്ന് പറഞ്ഞത് അകത്തിരിക്കുന്ന പെട്ടകമാണ്. ദി ആർക്ക് ഓഫ് കവനന്റ്. നിയമത്തിൻ്റെ പെട്ടകമാണ് അവിടുത്തെ ആരാധനയുടെ ഹൃദയം. പെട്ടകം ഉണ്ടാക്കുന്ന ഭയങ്കര ബ്യൂട്ടിയിലാണ്. സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്. കതിരമരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾ കഴിയുന്തോറും പെട്ടകത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. കാരണം എല്ലാ വർഷവും രക്തം കൊണ്ട് തളിക്കുമ്പോൾ രക്തക്കറ പിടിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും പുരോഹിതനാണ് രക്തം തളിക്കും. രക്തം നിറഞ്ഞൊരു പെട്ടകമായി. അപ്പോൾ പഴയ നിയമത്തിൽ ആരാധനയുടെ ഹൃദയം ആ പെട്ടകമാണ്. എന്നാൽ പുതു നിയമത്തിൽ ആരാധനയുടെ ഹൃദയം യേശുവാണ്. കാൽവറിയിൽ മുഴുവൻ രക്തവുമായി ഒലിച്ചു നിൽക്കുന്ന ആ യേശുവാണ്. സോ ഹി ഈസ് ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്. അതുകൊണ്ട് ആരാധനയ്ക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. ഓൾ അബൌട്ട് യേശുവ. എല്ലാം യേശുവാണ്. ഈ സീക്രട്ട് മനസ്സിലാകുന്നതാണ് മോശ ദൈവത്തിന്റെ പുറകെ നടന്നത്. ഇതൊന്നും പോരെ, എനിക്ക് നിന്നെ കാണണം. ഈ സീക്രട്ട് മനസ്സിലായതുകൊണ്ടാണ് ദാവീദും ദൈവത്തിന്റെ പുറകെ നടന്നത്. ഇതൊന്നും അല്ല എനിക്ക് ആവശ്യം, ഇതിനേക്കാൾ അപ്പുറം എന്തോ ഉണ്ട്, എനിക്ക് അവനെ കാണണം. ഇതാണ് പൗലോസിന്റെ ആഗ്രഹം. വീര്യപ്രവർത്തികൾ നടന്നു, അസാധാരണ കാര്യങ്ങൾ നടക്കുന്നു, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഇതല്ല, എനിക്ക് നിന്നെ കാണണം. ഇതാണ് ആരാധകന്റെ ഹൃദയം. യോഹന്നാനും പത്മോസിന്റെ താഴ്വരയിൽ പോയിട്ട് എന്താ ദൈവത്തെ കാണിച്ചു കൊടുത്തു. യേശു, തേജോമയനായ യേശുവിനെ കാണിച്ചു കൊടുത്തു. മോശയ്ക്ക് മനസ്സിലായി ഇതൊന്നും അല്ല. ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, വീര്യപ്രവർത്തികൾ കണ്ടു, പക്ഷേ ഐ വാണ്ട് ടു സീ യുവർ ഗ്ലോറി. എനിക്ക് നിന്റെ മഹത്വം കാണണം. ദാവീദും കാട്ടിനകത്തൊക്കെ ആരാധിക്കുന്നുണ്ട്, കൊട്ടാരത്തിൽ വന്നു രാജാവായി. എന്നാലും അവൻ പറയുന്ന കാര്യം ഇതൊന്നും അല്ല, എനിക്ക് നിന്നെ കാണണം. എനിക്ക് നിന്നെ കാണണം. എനിക്ക് നിന്നെ കാണണം. മോശയുടെ പ്രാർത്ഥനയായിരുന്നു എനിക്ക് നിന്നെ കാണണം. ഈ രാത്രി നമുക്കും ആഗ്രഹമുണ്ടോ അങ്ങേ ഒന്ന് കാണണം? ആരാധനയിൽ നമ്മുടെ കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ ഇല്ല. ഒറ്റൊരു വ്യക്തി ഇന്നും ജീവിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്, ഇന്നും ജീവനോടെ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്, ഇന്നും ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹം, അവൻ മാത്രമാണ്. നിന്നെ ഒന്നു കാണുവാ, നിൻ ശബ്ദം കേൾക്കുവാ, നിന്നെ മാത്രം സ്നേഹിപ്പാ, നിന്നെ മാത്രം സേവിപ്പാ. നിന്നെ ഒന്നു കാണുവാ, നിൻ ശബ്ദം കേൾക്കുവാ, നിന്നെ മാത്രം സ്നേഹിപ്പാ, ഒന്നുകൂടെ, നിന്നെ ഒന്ന് കാണുവാ, നിന്നെ ഒന്നു കാണുവാ, നിൻ ശബ്ദം കേൾക്കുവാ, നിന്നെ മാത്രം സ്നേഹിപ്പാ. ചേർന്ന് പാടാം. നിന്നെ ഒന്ന് കാണുവാ, നിന്നെ ഒന്ന് കാണുവാ, നിൻ ശബ്ദം കേൾക്കുവാ, നിന്നെ മാത്രം സ്നേഹിപ്പാ. വരുന്നു നാഥാ അങ്ങേ കാണുവാ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം കേൾക്കുവാ. ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാ, ഇതിലും ആഴമാ
സേവി. വരുന്നു നാഥ, വരുന്നു നാഥ, അങ്ങേ കാണുവാൻ. വരുന്നു പ്രിയനേ, നിൻ ശബ്ദം കേൾക്കുവാൻ. ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ. ഇതിലും ആഴമായി അങ്ങേ നിന്നെ ഒന്ന് കാണുവാൻ. നിന്നെ ഒന്ന് കാണുവാൻ. നിൻ ശബ്ദം നിന്നെ മാത്രം സ്നേഹിപ്പാൻ. നിന്നെ ഒന്ന് കാണുവാൻ. നിന്നെ ഒന്ന് കാണുവാൻ. നിൻ ശബ്ദം കേൾക്കുവാൻ. നിന്നെ മാത്രം സ്നേഹിപ്പാൻ. വരുന്നു നാഥ, വരുന്നു നാഥ, അങ്ങേ കാണുവാൻ. വരുന്നു പ്രിയനേ, നിൻ ശബ്ദം കേൾക്കുവാൻ. ഇതിലും ആഴമാ, ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ. ഇതിലും ആഴമാ അങ്ങേ, ഇതിലും ആഴമാ, ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ. ഇതിലും ആഴമാ അങ്ങേ. വരുന്ന നാഥ, മോശ കൊതിച്ചതുപോലെ ഞങ്ങളും കൊതിക്കുകയാണ്. ഇതിനപ്പുറമായി ഞങ്ങൾക്ക് അങ്ങേ കാണണം. വരുന്ന നാഥ, വരുന്നു പ്രിയനെ, ആ ശബ്ദം ഞങ്ങൾക്കൊന്ന് കേൾക്കണം. ഇതുവരെ കേട്ടൊരു ഫ്രീക്വൻസി അല്ല, ഇതിനപ്പുറമായൊരു ഫ്രീക്വൻസി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഇന്ന് കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും അല്ല, ഇതൊന്നും അല്ല കാര്യം. ഇതിനപ്പുറം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കത് കാണണം, ഞങ്ങൾക്കത് കേൾക്കണം. Wow, Holy Spirit. Shaniye. Oh. മറുരൂപാ മലയിൽ മറയില്ല മഹത്വം. തേജസ്സും ശോഭയും മഹിമയും കണ്ടു ഞാൻ. മറുരൂപാ മലയിൽ മറയില്ല മഹത്വം. തേജസ്സും ശോഭയും. വരുന്നു നാഥ, വരുന്നു നാഥ, അങ്ങേ കാണുവാൻ. വരുന്നു പ്രിയനേ, നിൻ ശബ്ദം ഇതിലും ആഴമാ, ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ. ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ. വരുന്നു നാഥ, വരുന്നു നാഥ, അങ്ങേ കാണുവാൻ. വരുന്നു പ്രിയനേ, നിൻ ശബ്ദം കേൾക്കുവാൻ. ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ. ഓ അങ്ങേ സേവിപ്പാൻ. നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണ ലക്ഷ്യം ഇതാകട്ടെ. ഇതിലും ആഴമായി എനിക്ക് നിന്നെ സ്നേഹിക്കണം, അങ്ങേ കാണണം. ഞങ്ങൾക്ക് മോശ ഒത്തിരി കൊതിയോടുകൂടെ ചോദിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്താണ് 80-ാം വയസ്സിൽ മോശയ്ക്ക് ആദ്യമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. മുൾപ്പടർപ്പിൽ നിന്നും. ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. മലയാളം ബൈബിളിനകത്താണ് ദൈവത്തിന്റെ ദൂതൻ അവിടെ കൊടുത്തിരുന്നതിക്കെല്ലാം ദൈവമാണ്. കാരണം ദൂതന്മാർക്ക് ഒരിക്കലും വിശുദ്ധീകരിക്കാൻ കഴിവില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ. അത് മാത്രമല്ല, അതിന് താഴെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും ദൈവം എന്നോട് സംസാരിച്ചു എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ എന്ന് എവിടെയെല്ലാം പറയുന്നുണ്ടോ അത് ഗോഡ് ഹിംസെൽഫ് ആണ്, ദൈവം തന്നെയാണ്. അപ്പൊ മുൾപ്പടർപ്പിനകത്ത് ഇറങ്ങി വരുമ്പോൾ മുൾപ്പടർപ്പിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. മോശയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് നിന്റെ മഹത്വം കാണണം. മഹത്വം കാണാൻ വേണ്ടിയുള്ള പർപ്പസ് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം പറയുന്നു, നിന്നെ ഞാനൊരു പാറയുടെ പിളർപ്പിനകത്ത് നിർത്തും,
ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പിൻഭാഗം നിനക്ക് കാണാൻ പറ്റും. ഈ അനുഭവങ്ങളാണ് ഈ വരിക്കകത്ത് പറയുന്നത്. ഒരാഗ്രഹം ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞാണ്, ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിൽ നിർത്തും. അതെല്ലാം ഒരു നിഴലായിരുന്നു. മഹത്വം അനുഭവിക്കണമെങ്കിൽ പിളർന്ന പാറയാകുന്ന ക്രിസ്തുവിൽ നാം നിന്നേ മതിയാകത്തുള്ളൂ. ഇതെല്ലാം ഒരു നിഴലായിരുന്നു. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ക്രിസ്തുവിനെ തന്നെയാണ്. അങ്ങനെയാണ് എബ്രായർക്ക് ഇത് ലേഖനം പറയുന്നു, ആ പാറ ക്രിസ്തു തന്നെയായിരുന്നു. അവരെ പിൻഗമിച്ച പാറ ക്രിസ്തു തന്നെയായിരുന്നു. ആ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. അത് വലിയ നിഴലായിരുന്നു മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തത്. മഹത്വം കാണണമെങ്കിൽ 30-ാം വയസ്സിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന ക്രൈസ്റ്റ് ഉണ്ട്. 30 വയസ്സ് വരെയും യേശു ജീസസ് എന്ന് മാത്രമായിരുന്നു. 30-ാം വയസ്സിൽ സ്നാനമേറ്റതിനു ശേഷം പരിശുദ്ധാത്മാവിലൂടെ ആ ക്രിസ്തു വന്നപ്പോഴാണ് ജീസസ് ക്രൈസ്റ്റായി മാറിയത്. ആ പിളർന്ന പാറയിൽ നിന്നാലേ നമുക്ക് മഹത്വം കാണാൻ പറ്റും. ഇൻ ക്രൈസ്റ്റിലാണോ നമ്മുടെ ജീവിതം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്ലോറി കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ മോശയുടെ അനുഭവങ്ങളാണ് അടുത്ത വരിയിൽ പാടുന്നത്. പാറയിൻ പിളർപ്പിൽ മഹിമയിൻ നിഴൽ കണ്ടു, ഹോരേബിൻ കുന്നതിൽ തീയില്ല ശബ്ദം കേട്ടു. പാറയിൻ പിളർപ്പിൽ മഹിമയിൻ നിഴൽ കണ്ടു, ഹോരേബിൻ കുന്നതിൽ തീയില്ല ശബ്ദം കേട്ടു. ആ മുൾപ്പടപ്പിരിക്കുന്നത് ഹോരേബ് എന്ന കുന്നിലാണ്. പാറയിൻ പിളർപ്പിൽ മഹിമയിൻ നിഴൽ കണ്ടു, ഹോരേബിൻ കുന്നതിൽ. ആ മോശയുടെ അനുഭവത്തോട് ചേർത്ത് വരുന്നു നാദാ അങ്ങേ കാണുവാൻ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം കേൾക്കുവാൻ. ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമാ അങ്ങേ വരുന്നു നാദാ, വരുന്നു നാദാ അങ്ങേ കാണുവാൻ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം കേൾക്കുവാൻ. ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമാ അങ്ങേ വരുന്നു നാദാ, വരുന്നു നാദാ അങ്ങേ കാണുവാൻ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം. ഇതിലും ആഴമാ, ഇതിലും ആഴമാ ഓ, ഇതിലും ആഴമാ വരുന്നു നാദാ, വരുന്നു നാദാ അങ്ങേ കാണുവാൻ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം കേൾക്കൂ. ഇതിലും ആഴമാ, ഇതിലും ആഴമാ സ്നേഹിപ്പാൻ, ഇതിലും ഓ രാരാ. ഞാനിങ്ങനെ ചിന്തിച്ചു ആ ഭാഗങ്ങൾ വായിച്ചപ്പോ, ഇത്രയും ആഗ്രഹത്തോടെ മോശ ചോദിച്ചിട്ടും പിൻഭാഗമാണോ കാണിച്ചു കൊടുത്തത്? ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ അഭിഷേകത്തിന് ഇവിടെ ശുശ്രൂഷപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോശ ഒരു ആഗ്രഹം ചോദിച്ചു, പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അദ്ദേഹത്തിന് ശരീരം ഉപേക്ഷിച്ച് അദ്ദേഹം മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു, ക്രിസ്തുവിലേക്ക് മറയപ്പെട്ടു. എന്നാലും ആഗ്രഹം ചോദിച്ചത് കാണിക്കാൻ മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിനകത്തുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ വാക്യത്തിനകത്തുണ്ട്. മറുരൂപ മലയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരുമിച്ച് കൊണ്ടുപോയപ്പോൾ അവർ കണ്ടു യേശുവിൻ്റെ കൂടെ സംസാരിക്കാൻ 2 പുരുഷന്മാർ ഇറങ്ങി നിൽക്കുന്നു. ഒന്ന് ഏലിയാവും ഒന്ന് മോശയുമായിരുന്നു. ഗ്ലോറി കാണണമെന്നൊരു ആഗ്രഹം ചോദിച്ചപ്പോൾ അതിനെ നിറവേറ്റി കൊടുക്കാൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ മറുരൂപ മലയിൽ മോശയെ കൊണ്ടുവന്ന ദൈവം. ഒരാഗ്രഹം ചോദിച്ചാൽ ആ ആഗ്രഹത്തെ സഫലമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതെന്താഗ്രഹമായിക്കൊള്ളട്ടെ,
ദൈവം തൻ്റെ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ നിറയ്ക്കുന്നവനാണ്. ഇന്ന് ഈ പാട്ട് പാടി ആരാധിക്കുമ്പോൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ മണിക്കൂറിൽ നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ഗോഡ്ലി ഡിസയേഴ്സ്, ദൈവത്തോടുള്ള ആഗ്രഹങ്ങൾ, ദൈവിക ആഗ്രഹങ്ങൾ, ഇത് നമ്മെ തേടി വരാൻ പോവുകയാണ്. ആ മോശ ഇപ്പോൾ പാടുന്നത് മഹിമയുടെ നിഴൽ കണ്ടെന്നല്ല, തീയിൽ ആ ശബ്ദം കേട്ടെന്നല്ല, ഞാൻ നേരിട്ട് കണ്ടെന്നാണ്. മറയില്ലാത്ത മഹത്വം മറുരൂപ മലയിൽ കണ്ടു. ഇത് പാടുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെ ആവണം. കർത്താവേ, ഞങ്ങൾക്കും അത് കാണണം. ഇത് കൊതിയോടെ ചോദിക്കണം. നൂറ്റാണ്ടുകൾ വരെ, വർഷങ്ങൾ കൊണ്ട് മോശയ്ക്ക് ഇതേ പറയാനുള്ളതായിരിക്കും. ആരെങ്കിലുമൊക്കെ കളിയാക്കി കാണാം, അയ്യേ മോശ ഇത്രയും ചോദിച്ചിട്ട് നീ പുറകെ മാത്രമല്ലേ കണ്ടുള്ളൂ. ചിലരൊക്കെ കളിയാക്കി കാണും, നീ ഇത്രയും ആഗ്രഹത്തോടെ ചോദിച്ചിട്ടും ഈ മഹത്വത്തിന്റെ പിൻഭാഗം മാത്രമല്ലേ കണ്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ മോശയുടെ ലിറിക്സ് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മോശയുടെ വരികൾ മാറിയിരിക്കുകയാണ്. ഞാൻ മറഞ്ഞ മഹത്വം കണ്ടെങ്കിൽ, നിഴൽ മാത്രം കണ്ടെങ്കിൽ, പിൻഭാഗം മാത്രം കണ്ടെങ്കിൽ, ഇതാ എനിക്ക് വേണ്ടി ഒരു മറുരൂപമല ദൈവം ഒരുക്കിയിരിക്കുന്നു. ഇത് ചിലരോടുള്ള പ്രവചനമാണ്. നമുക്ക് വേണ്ടിയുള്ള മറുരൂപ മലകൾ ദൈവം ഇതുവരെ കണ്ടിട്ടില്ല. യേശുവിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ കണ്ടു. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് യേശുവുമായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ ഭാവം മാറുന്ന മലകൾ നിങ്ങൾക്കുമുണ്ട്. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ഒരു ഇന്നർ സർക്കിളിലാണ് നിങ്ങളെങ്കിൽ, യേശുവിൻ്റെ ഭാവം മാറുന്ന മറുരൂപ മലകൾ നമുക്കുമുണ്ട്. മറുരൂപ, ആ മലയിൽ വെച്ചാണ് നിഴലില്ലാത്ത മഹത്വം, മറയില്ലാത്ത മഹത്വം കണ്ടത്. മോശയുടെ ലിറിക്സ് മാറുമ്പോൾ നമ്മളും പാടുകയാണ്, അപ്പ മറയില്ലാത്ത മഹത്വം ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണണം. ഞങ്ങളുടെ ആത്മീക കണ്ണുകൾ കൊണ്ട് പലപ്പോഴും ഞങ്ങളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുണ്ട്, ശാരീരികമായി ഫിസിക്കലി ആ ഗ്ലോറി മാനിഫെസ്റ്റേഷൻ നമുക്കുണ്ടാകണം. ചേർന്ന് പാടാമ? മറുരൂപ, മറുരൂപ മലയിൽ മറയില്ല തേജസ്സും, തേജസ്സും ശോഭ മഹിമയും, മഹിമയും മറുരൂപ മലയിൽ, മറുരൂപ മലയിൽ മറയില്ല തേജസ്സും ശോഭയും, തേജസ്സും ശോഭയും മഹിമയും. വരുന്നു നാദാ, വരുന്നു നാദാ അങ്ങേ കാണുവാ, വരുന്നു പ്രിയനേ നിൻ ശബ്ദം ഇതിലും ആഴമായി സ്നേഹിപ്പാ, ഇതിലും ആഴമായി മറുരൂപ മലകൾ തുറന്നു വരട്ടെ. വരുന്നു നാദാ അങ്ങേ, ഓ വരുന്നു പ്രിയനേ കേൾക്കുവാൻ, ഇതിലും സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി, ഇതിലും ആഴമായി, ഇതിലും ആഴമായി സ്നേഹിപ്പാൻ, ഇതിലും ഓരയനേ, ഇതിലും ആഴമായി, ഇതിലും ആഴമായി, ഓ ഇതിലും ആഴമായി. ഞങ്ങളുടെ പിതാവേ, ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ, കൂടെ ആരാധിക്കുമ്പോൾ മറുരൂപ മലയുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ രൂപാന്തരപ്പെട്ടത് കാണാൻ, തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ ഭാവം കാണാൻ, പത്മോസിന്റെ ദ്വീപിനകത്ത് വെച്ച് യോഹന്നാൻ കണ്ടതുപോലെ മറുരൂപ മലകൾ തുറക്കപ്പെടട്ടെ. ഏകാന്തതകത്ത് ആ ഗ്ലോറിയസ് ആയ യേശുവിനെ കാണാൻ. ഓ ദാദാ, അങ്ങേ ഒന്ന് കാണുവാൻ, നിന്നെ ഒന്ന് കാണുവാൻ, നിൻ ശബ്ദം കേൾക്കുവാൻ, നിന്നെ മാത്രം സ്നേഹിപ്പാൻ, നിന്നെ ഓ നിന്നെ ഒന്ന് കാണുവാൻ, നിന്നെ ഒന്ന് കാണുവാൻ, നിൻ ശബ്ദം കേൾക്കുവാൻ, നിന്നെ മാത്രം സ്നേഹിപ്പാൻ. വരുന്നു നാദാ, വരുന്നു
വരുന്നു നാഥാ അങ്ങേ കാണുവാൻ. ഓ, ഇതിലും ആഴമായി, ഇതിലും ഓ, അങ്ങേ ഇതിലും ഇതിലും ആഴമാ അങ്ങേ സ്നേഹിപ്പാ, ഇതിലും ആഴമാ വരുന്നു നാഥാ, വരുന്നു നാഥാ. ഓ പ്രിയനേ കേൾക്കുവാൻ ഇതിലും ആഴമാ. ഓ ശരബരബരാദരയാ. യേശുവേ ഇതിലും ആഴമാ, ഇതിലും ആഴമാ. ഇതിലും ആഴമാ, ഇതിലും ആഴമാ. ഓ ലോർഡ്, ഇതിലും ആഴമാ. സ്നേഹിപ്പാ. ഇതായിരിക്കണം എപ്പോഴും നമ്മുടെ ഹൃദയത്തുടിപ്പ്. എനിക്കിനിയും അങ്ങേ സ്നേഹിക്കണം, എനിക്കിനിയും അങ്ങേ കാണണം, അങ്ങയുടെ ശബ്ദം കേൾക്കണം. ഓരോ സമയവും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും, നാം സഞ്ചരിക്കുമ്പോഴും, ഉറക്കം എഴുന്നേൽക്കുമ്പോഴും, എപ്പോഴും നമ്മുടെ അകത്ത്, ഹൃദയത്തിനകത്ത്, എവിടെ യാത്ര ചെയ്യുമ്പോഴും കർത്താവേ എനിക്ക് നിന്നെ ഇനിയും കാണണം. ഓരോ ശുശ്രൂഷകൾക്ക് ഓരോ വേദി കിട്ടുമ്പോഴും, ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും എനിക്ക് നിന്നെ ഇനിയും കാണണമെന്നാകട്ടെ നമ്മുടെ മനോഭാവം. നമ്മൾ എന്തെങ്കിലും വെളിപ്പെടുത്താൻ പോകുന്നതിനേക്കാൾ ഉപരി അടുത്തൊരു ഡൈമെൻഷൻ യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റട്ടെ. അടുത്തൊരു രീതിയിൽ യേശുവിനെ കൂടെ നടന്നെങ്കിലും യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട മറ്റൊരു ഭാവം കാണാൻ മറുരൂപ മലയിൽ കണ്ടുള്ളൂ. അവർ വർഷങ്ങൾ 2-3 വർഷങ്ങൾ അവനോട് കൂടെ നടന്നിട്ട് പോലും യേശുവിൻ്റെ ഭാവം മാറിയത് ആ മറുരൂപ മലയിലാണ്. അപ്പോൾ നമ്മൾ എത്ര വർഷം കൊണ്ട് യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്താലും there is another dimension. അടുത്ത ഡൈമെൻഷനുകളുണ്ട്, അടുത്ത ഡിമെൻഷനുകളുണ്ട്. ഇനിയും അത് കാണണമെന്നാകട്ടെ നമ്മുടെ ആഗ്രഹം, നമ്മുടെ കൊതി അതാകട്ടെ. യേശുവിനെ ഇനിയും കാണണം. ഏത് രാജ്യത്ത് പോയാലും, ഏത് പട്ടണങ്ങളിൽ പോയാലും, ഏത് സ്ഥലത്ത്, എന്ത് മിനിസ്ട്രിക്ക് പോയാലും ആദ്യം നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാകണം. ഹല്ലേലൂയ. ഒരു ആരാധകന്റെ ആരാധകൻ എന്ന് പറഞ്ഞാൽ രാജകീയ പുരോഹിത വർഗം ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യനെയും ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രിങ് അൺടു ഗോഡ് ആണ്, ദൈവത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം, അവൻ ദേവാലയത്തിനകത്ത് കടന്നു പോകുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കാനാണ്, മിനിസ്ട്രിങ് അൺടു ഗോഡ്. അപ്പൊ നാം ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരാകണം. എവിടെ പോയാലും നമ്മുടെ ആഗ്രഹം എനിക്ക് യേശുവിനെ ശുശ്രൂഷിക്കണം, അതിലധികമായി എനിക്ക് യേശുവിനെ കാണണം, ഇതുവരെ ആഴമായി എനിക്ക് യേശുവിനെ കാണണം, ഇതുവരെ ഞാൻ കേട്ടതിനേക്കാളും ആഴമായി എനിക്ക് യേശുവിൻ്റെ ശബ്ദം കേൾക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ഡിസയർ, അതായിരിക്കട്ടെ നമ്മുടെ കൊതി. 3.5 വർഷം യേശു കൂടെ നടന്നു. പക്ഷേ അവസാനം ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ആദ്യമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നത് എൻ്റെ സഹോദരന്മാരെ എന്നാണ്. അതുവരെയും യേശു അങ്ങനെ വിളിച്ചിട്ടില്ല. അതുവരെയും യേശു അങ്ങനെ വിളിച്ചിട്ടില്ല. യേശു ആദ്യമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരെ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3.5 വർഷം നടന്നിട്ടും അതിനുശേഷമാണ് യേശു സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും മറ്റൊരു പേരിൽ യേശു വിളിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? നമ്മൾ എത്ര വർഷമായാലും, നമ്മൾ ഇത്ര വർഷമായി, നമുക്ക് ഇത്ര പാരമ്പര്യമുണ്ട്, ഇത്രയും വർഷം നമ്മൾ പാടുന്നവനാണ്, ആരാധിക്കുന്നവനാണ്, അതൊന്നും മഹത്വത്തിനകത്തില്ല, അതൊന്നും ആ റിലേഷൻഷിപ്പിനകത്തില്ല. ഇതുവരെ ഇല്ലാത്തതുപോലെ യേശു നമ്മെ വിളിക്കാം. ആരാധനയിൽ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് എപ്പോഴും അത് കേൾക്കാൻ പറ്റുക. ഇതുവരെ ഇല്ലാത്തതുപോലെ യേശു നമ്മെ വിളിക്കും. ഇതുവരെ കാണാൻ പറ്റാത്ത യേശുവിൻ്റെ ഭാവം നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇത് എഴുതിയ ഈ പാട്ടുകൾ
ഏകദേശം 50-60ഓളം പാട്ടുകൾ 2016, 17, 18 ഈ വർഷങ്ങളിൽ, 15, 16, 17, 18 ഈ വർഷങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ചില പാട്ടുകൾ മാത്രമേ നമ്മൾ പാടിയിട്ടുള്ളൂ. ഇതുപോലെ പല ഗാനങ്ങൾ ദൈവം തന്നു റെവലേഷനിലൂടെ. അതെല്ലാം പേഴ്സണലി ആരാധിക്കുന്ന പാട്ടുകൾ. ഒത്തിരി പാട്ടുകൾ ദൈവം തന്നിട്ടുണ്ട്. പലതും ആ സമയം പാടി അങ്ങ് കളഞ്ഞിട്ടുണ്ട്. ആ സമയം ആരാധിച്ച് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാതെ. പക്ഷേ ഡെവലപ്പ് ചെയ്ത ഒത്തിരി പാട്ടുകളുണ്ട്. ഇതെല്ലാം ഈ സീസണിൽ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പല പാട്ടുകളും എഴുതുന്നത്. അപ്പോൾ യേശുവിനെ കാണാൻ ചില സമയത്ത് ഒത്തിരി വിഷമമായിരുന്നപ്പോൾ, ഒത്തിരി കരഞ്ഞിരിക്കുമ്പോഴാണ് ഒരു പ്രാവിനെ കുറിച്ച് ദൈവം എനിക്ക് കാണിച്ചു തരുന്നത്. ഒത്തിരി തകർന്നിരിക്കുമ്പോഴാണ് ആ പ്രാവിൻ്റെ കണ്ണുകൾ എപ്പോഴും നനഞ്ഞിരിക്കും. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എനിക്ക് എപ്പോഴും എൻ്റെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെയും എപ്പോഴും എൻ്റെ കണ്ണുകൾ നനഞ്ഞിരിക്കും. ഞാൻ എപ്പോൾ ഫുഡ് കഴിച്ചാലും, അത് മധുരമുള്ള ഫുഡായാലും, അത് എന്ത് ടൈപ്പ് ഫുഡായാലും, ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകും. ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പ്രാവിനെ ദൈവാത്മാവ് എന്നെ കാണിച്ചു. പ്രാവും ഇങ്ങനെയാണ്, പ്രാവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ എപ്പോഴും നിറഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കുമ്പോൾ അതൊരു പുതിയ പാട്ടിലൂടെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ശബ്ദങ്ങൾ ഇടറി വന്നപ്പോൾ, ഒന്നും സംസാരിക്കാൻ കഴിയാതെ വന്നപ്പോൾ, എൻ്റെ ശബ്ദമെല്ലാം താഴ്ന്നു വന്നപ്പോൾ ഒരു തുണയായി യേശു ഉണ്ടെന്ന് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ വരികൾ ആശ്വാസമായി തീരും. ഈ വരികൾ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതാകും. അങ്ങനെ ഞാൻ ആ സമയത്ത് പാടി ആരാധിച്ച ചില പാട്ടുകളുണ്ട്. അതിൽ യേശുവിനെ നമുക്ക് എങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം വിളിക്കാം. എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ. എല്ലാത്തിൻ്റെ എക്സ്ട്രീമാണ്. സ്നേഹത്തിൻ്റെ എക്സ്ട്രീമാണ് പ്രണയം. എൻ്റെ പ്രേമം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്ട്രീം ലെവൽ. എൻ്റെ പ്രിയനെ, എൻ്റെ പ്രേമമേ. ഈ രാത്രി ഒരുമിച്ച് അങ്ങനെ ഒന്ന് വിളിക്കാമോ? എൻ്റെ യേശുവിനെ ഹൃദയത്തിനകത്തുനിന്ന് വിളിക്കണം. എൻ്റെ പ്രിയനെ, മൈ ബിലോവ്ഡ് വൺ. എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ. ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ തേടുന്നു. ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ തേടുന്നു. ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ, താഴും സ്വരങ്ങൾ തുണയെ തേടുന്നു, തുണയെ. ഈറൻമിഴികൾ, ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ തേടുന്നു. എൻ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രാണനെ. കണ്ണിൻ മണി പോ കാത്തിടുന്നോനെ, കാതിൻ ഇൻപമാ കനിവിൻ കടലേ. കണ്ണിൻ മണി പോ, കണ്ണിൻ മണി പോ കാത്തിടുന്നോനെ, എൻ്റെ കാതിൻ ഇൻപമാ കനിവിൻ. ചേർന്ന് പാടാമോ? കണ്ണിൻ മണി പോ, കണ്ണിൻ മണി പോ കാത്തിട
കണ്ണിൻ മണി പോ, കണ്ണിൻ മണി പോ കാത്തിടുന്നോനെ, കാതിൻ ഇൻപമാ കനിവിൻ കടലേ. എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എന്റെ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എന്റെ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രാണനെ, എൻ പ്രിയനെ. നമ്മെ കണ്ണിന്റെ മണി പോലെ കാക്കുന്നവൻ. കൺമണിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? നമുക്ക് പോലും നമ്മുടെ കൺമണിയെ തൊടാൻ പറ്റത്തില്ല. അതാണ് കൺമണിയുടെ പ്രത്യേകത. നമ്മുടെ സ്വന്തം കൈകൊണ്ട് പോലും നമുക്ക് നമ്മുടെ കണ്ണിന്റെ മണിയെ തൊടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നാം ചിന്തിച്ചാൽ പോലും നമുക്ക് നമ്മെ വേദനിപ്പിക്കാൻ കഴിയില്ല. അത്രത്തോളം യേശു നമ്മെ സംരക്ഷിക്കുന്നു, യേശു നമ്മെ കെയർ ചെയ്യുന്നു. പ്രാണനെ, കണ്ണിന്റെ മണി പോലെ നമ്മെ കാക്കുകയാണ്. കാതിന്റെ ഇൻപമാണ് ആ ശബ്ദം. ശബ്ദത്തിനകത്തുള്ള മാധുര്യമാണ് യേശുവിന്റെ ശബ്ദം. അതുകൊണ്ടാണ് യേശുവിനെ എൻ്റെ പ്രിയനെ എന്നും എൻ്റെ പ്രാണനെ എന്നും. നമ്മുടെ ഉള്ളം നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അത് യേശുവാണ്. ആ ഉള്ളം കരത്തിലാണ് അവൻ നമ്മെ താങ്ങി നിർത്തിയിരിക്കുന്നത്. വാവ് ജീസസ്. അസാധാരണമായൊരു ഇന്റിമസിയിലേക്ക് എന്നെ നന്നായി അറിയുന്ന കർത്താവ്. ആർക്കും, നമുക്ക് പോലും നമ്മെ വേദനിപ്പിക്കാൻ കഴിയാത്ത വിധം നമ്മെ സംരക്ഷിക്കുന്നവൻ. താങ്ക് യു ജീസസ്. ഓ ഉള്ളം കരത്താ താങ്ങിടുന്നോനെ, ഉള്ളം നന്നാ അറിയുന്നോനെ, ഉള്ളം കരത്താ താങ്ങിടുന്നോനെ, ഉള്ളം നന്നാ അറിയും, ഉള്ളം കരത്താ, ഉള്ളം കരത്താ താങ്ങിടുന്നോനെ, ഉള്ളം നന്നാ അറിയുന്നോ. എന്റെ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എൻ പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ, എൻ പ്രേമമേ, എന്റെ പ്രിയനെ, എൻ പ്രിയനെ, പ്രേമമേ, പ്രാണനെ, എൻ പ്രിയനെ, പ്രേമമേ, പ്രാണനെ, എൻ പ്രിയനെ, പ്രേമമേ, പ്രാണനെ, എൻ പ്രണയമേ, എൻ പ്രിയനെ. ഉള്ളം കരത്താ താങ്ങിടുന്നോനെ, ഉള്ളം നന്നാ അറിയുന്നോനെ, ഉള്ളം കരത്താ താങ്ങിടുന്നോനെ, ഉള്ളം നന്നാ അറിയുന്നോനെ, എൻ പ്രിയനെ, എൻ പ്രിയനെ, എൻ പ്രാണനെ, ഓ എൻ പ്രിയനെ, എൻ പ്രാണനെ, എൻ പ്രിയനെ, എൻ പ്രാണനെ, എൻ പ്രിയനെ, എൻ പ്രാണനെ, കണ്ണിൻ മണി പോ കാത്തിടുന്നോനെ, കാതിൻ ഇൻപമാ കനിവിൻ കടലേ, കണ്ണിൻ മണി പോ കാത്തിടുന്നോനെ,
എൻ പ്രിയനേ, എൻ പ്രേമമേ, എൻ പ്രാണനേ, എൻ പ്രിയനേ, ഓ എൻ പ്രിയനേ, എൻ പ്രിയനേ, എൻ പ്രേമമേ, ഓ എൻ പ്രിയനേ, പ്രിയനേ, ഓ എൻ പ്രിയനേ, ഓ ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ തേടുന്നു. ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ തേടുന്നു. ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ ഈറൻമിഴികൾ, ഈറൻമിഴികൾ ഇണയെ തേടുന്നു, താഴും സ്വരങ്ങൾ തുണയെ. ആ യേശുവിനെ ഹൃദയത്തിൽ നിന്ന് വിളിക്കാമോ? എൻ പ്രിയനേ, എൻ പ്രേമമേ, എൻ പ്രാണനേ, എൻ പ്രണയമേ, എൻ പ്രിയനേ, എൻ പ്രേമമേ, എൻ പ്രാണനേ, എൻ പ്രിയനേ, എൻ പ്രിയനേ, എൻ പ്രേമമേ, എൻ പ്രാണനേ, എൻ പ്രിയനേ, പ്രാണനേ. ഹെവനിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ കാതുകളിൽ കേൾക്കാൻ കഴിയും. ചില പാട്ടുകൾ വിത്ത് സീറോ എഫേർട്ട്, നമ്മൾ പേപ്പർ എടുക്കണ്ട, നമ്മൾ പേന എടുക്കണ്ട, കീബോർഡ് എടുക്കണ്ട, വെറുതെ ഒന്ന് ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ ഹെവനിൽ നിന്ന് ദൂതന്മാർ പാടുന്ന പാട്ടുകൾ ഹെവനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഇപ്പോൾ ഈ പാടിയ ഈ ഒരു കോറസ് എൻ്റെ ലൈഫിൽ ഞാൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും കവർ സോങ്സ് പോലെ, അന്ന് ഈ കവർ സോങ്ങുകളുടെ കാലമാണ്. അപ്പോൾ ഈ കവർ സോങ്സ് ചെയ്യാം, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സഹോദരൻ ബ്രദർ സ്റ്റിൻ ചേട്ടനെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു പാട്ട് ചെയ്യാം, നമുക്കൊരു കവർ സോങ് ചെയ്യാം, ബ്രോ കീബോർഡ് വായിക്കണം എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, കവർ സോങ് ചെയ്യുന്നതിനേക്കാൾ നീ സ്വന്തമായൊരു പാട്ട് എഴുതുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു.
അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു, കോള് കട്ട് ചെയ്തു. പക്ഷെ ഇത് ഈ വിത്ത് പോലെ എൻ്റെ മനസ്സിനകത്ത് വീണു. അപ്പൊ എനിക്ക് തോന്നി ഒരു പാട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതി അത് വീഡിയോ പോലെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രായത്തിന്റെ ആ ഒരു ഇതില് നമ്മൾ ഈ പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ച് എഴുതുവാണ്. ഒരുപാട് എഴുതി, ഒരുപാട് നാളുകൾ പോയി, ഒരുപാട് മാസങ്ങൾ പോയി. ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല, പാട്ടൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, പേപ്പർ കീറുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ ഒരു പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചു. ഞാനൊരു ദിവസം എൻ്റെ ചർച്ച് ഹൗസിൽ ഞാൻ ഉറങ്ങുന്ന സമയം, നല്ല ചൂടുള്ള സമയമാണ്. ആ സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ ആ വിഷൻ്റെ അകത്ത് ഞാൻ ഈ സോങ് കേൾക്കുകയാണ്. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് സ്വർഗത്തിന്റെ ആ തേജസ്സിനകത്ത് ഈ സോങ് ഞാൻ കേൾക്കുക. എൻ്റെ കാതിൽ ലിറ്ററലി ഞാൻ കേൾക്കുകയാണ്. ഇത് കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വർഗത്തിൽ നിന്ന് ഞാനൊരു സോങ് കേട്ടു. ഇത് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം, അത് അല്ലെങ്കിൽ ഇത് മറന്നു പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ അപ്പോൾ തന്നെ കീബോർഡ് എടുത്തു, ഇത് പാടി, ഇത് റെക്കോർഡ് ചെയ്തു. ഞാൻ ആ പാട്ട് പാടുമ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ചിലരുടെ മേൽ ഞാനിത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഈ നാളുകളിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, നിങ്ങൾ പേപ്പർ എടുക്കണ്ട, നിങ്ങൾ പേന എടുക്കണ്ട, ഡയറക്റ്റ് ഹെവനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിൽ ചില സോങ് റൈറ്റേഴ്സ് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളിൽ ഒത്തിരി പേർ സോങ് എഴുതാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു സീസണാണ്. കാരണം മിക്കവരും നോക്കുമ്പോൾ ഒരുപാട് പേര് സോങ് ഇറക്കുന്നു, ഒരുപാട് പേർ പാട്ടുകൾ ഇറങ്ങുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ ഡെയിലി സോങ് ഇറങ്ങുന്ന ഒരു സീസണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു സോങ്ങിന്റെ ഒരു പോസ്റ്റർ കാണും, സ്റ്റേ ട്യൂൺഡ്, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കാണും, ഉറപ്പാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് സോങ് ഇറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ചിലരോട് ഞാൻ ഈ ദൂത് ഞാൻ കൈമാറട്ടെ. നിങ്ങൾ പോലും അറിയാതെ ദൂതന്മാർ നിങ്ങളെ കൊണ്ടുചെന്ന് ദൂതന്മാരുടെ പാട്ട് കേൾപ്പിച്ച് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ഈ ഭൂമിയിലേക്ക് അത് റിലീസ് ചെയ്യത്തക്ക രീതിയിൽ അങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് ചിലരെ കർത്താവ് കൊണ്ടുവരികയാണ്. ഈ പാട്ട് ആമേൻ പാടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ ഒരു അവസാനത്തെ ഡിസംബർ അവസാനത്തെ നാളുകളിലെ 31 ഞാൻ എൻ്റെ ചർച്ചിൽ പാടിയപ്പോൾ അത് ഒരുപാട് പേർ ഇന്ന് കരയുന്നത് കാണുവാനിടയിൽ തീർന്നു, ഒരുപാട് പേർ അത് റിസീവ് ചെയ്യുന്നത് കാണുവാനിടയിൽ തീർന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ പാട്ട് നമുക്കൊരു അനുഗ്രഹമാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്കത് ചേർന്ന് പാടാം. എൻ്റെ സ്നേഹമേ, ഞാൻ നിന്റെ സ്വന്തം, അങ്ങെപ്പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എൻ്റെ ജീവിതം ഞാൻ നിനക്കായി നൽകുന്നു, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്. ഓ എൻ സ്നേഹമേ, ഞാൻ നിൻ സ്വന്തമേ, അങ്ങേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ലേ. എൻ്റെ ജീവിതം ഞാൻ നിനക്കായി നൽകുന്നേ, നിൻ ഹിതമെന്നിൽ നിറവേറിടട്ടെ. എൻ സ്നേഹമേ, ഞാൻ നിൻ സ്വന്തമേ, അങ്ങേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല. എൻ്റെ ജീവിതം ഞാൻ നിനക്കായി നൽകുന്നേ, നിൻ ഹിതമെന്നിൽ നിറവേറിടട്ടെ. നിൻ ഹിതമെന്നിൽ നിറവേറിടട്ടെ. യേശുവേ, ഞാൻ നിൻ സ്വന്തമേ. യേശുവേ, ഞാൻ നിന്റെ മാത്രമേ. യേശുവേ, ഓ ഓ യേശുവേ, ചേർന്ന് പാടാം. യേശുവേ, ഞാൻ നിന്റെ സ്വന്തമേ. യേശുവേ, ഞാൻ നിൻ സ്വന്തമേ. യേശുവേ, ഞാൻ നിന്റെ മാത്രമേ. യേശുവേ, ഓ ഓ യേശുവേ,
കൈവച്ച് യേശുവേ ഞാൻ നിന്റെ സ്വന്തമേ, യേശുവേ ഞാൻ നിൻ സ്വന്തമേ, യേശുവേ ഞാൻ നിന്റെ, യേശുവേ ഞാൻ നിന്റെ സ്വന്തമേ, യേശുവേ ഞാൻ നിൻ സ്വന്തമേ, യേശുവേ ഞാൻ നിന്റെ മാത്രമേ, യേശുവേ ഓ യേശുവേ എൻ സ്നേഹമേ ഞാൻ നിൻ സ്വന്തമേ, അങ്ങേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്റെ ജീവിതം ഞാൻ നിനക്കായി നൽകുന്നേ, നിൻ ഹിതമെന്നിൽ നിറവേ. ചേർന്ന് പാടാം. എൻ സ്നേഹമേ, എൻ സ്നേഹമേ ഞാൻ നിൻ സ്വന്തമേ, അങ്ങേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ലേ, എന്റെ ജീവിതം ഞാൻ നിനക്കായി നൽകുന്നേ, നിൻ ഹിതമെന്നിൽ. ചേർന്ന് പാടാം. എൻ സ്നേഹമേ, എൻ സ്നേഹമേ ഞാൻ നിൻ സ്വന്തമേ, അങ്ങേ പോലെ സ്നേഹിപ്പാൻ ആരുമില്ലേ, എന്റെ ജീവിതം ഞാൻ നിനക്കായി നൽകുന്നേ, നിൻ ഹിതമെന്നിൽ. ഓ നന്ദി യേശുവേ, 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 നന്ദി യേശുവേ. Come on. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹോ നന്ദി യേശുവേ, 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 നന്ദി യേശുവേ. ചേർന്ന് പാടാം. നന്ദി യേശുവേ, 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 നന്ദി. എന്റെ ലൈഫില് ഏറ്റവും വിഷമിച്ചിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് എനിക്കുന്നൊരു പാട്ടാണ്. ഒരു ബന്ധവുമില്ല, സിറ്റുവേഷനും ഈ പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും തകർന്ന നിമിഷങ്ങളിൽ, ഏറ്റവും ഉടഞ്ഞ നിമിഷങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോലും എൻ്റെ മനസ്സിൽ സ്വരമില്ല, വാക്കുകളില്ല. കർത്താവിനോട് പിണക്കം പോലെ ഇരിക്കുന്നൊരു സമയം. ആ സമയത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫോണിൽ ഒരു കീബോർഡിന്റെ ഒരു ആപ്പിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഹോളി സ്പിരിറ്റ് പെട്ടെന്ന് ഔട്ട് ഓഫ് നോവെയർ, പെട്ടെന്ന് ഒരിടത്തും നിന്നുമില്ലാതെ പെട്ടെന്ന് ഈ കോറസ് എന്റെ മനസ്സിലേക്ക് വന്നു.
ഏറ്റവും തകർന്ന നിമിഷത്തിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ആരെങ്കിലും ഏറ്റവും തകർന്ന് ഉടഞ്ഞ് പാടാൻ പോലും ഒരു മൂഡില്ലാതെ ഒരു മനസ്സില്ലാതെ ആയിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏറ്റവും തകർന്ന്, അതായത് ഇതാണ് നമ്മുടെ എക്സ്ട്രീം തകർച്ച എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അമ്മേ, ഞാൻ ഒരിക്കലും തകർച്ചകളെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതല്ല, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർന്ന് പാടിക്കോ. നന്ദി അപ്പാ, നന്ദി യേശുവേ, 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 നന്ദി. ചേർന്ന് പാടാം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഈ ആരാധിക്കുമ്പോൾ തന്നെ നമുക്ക് ജോബ് എന്ന് നമ്മൾ ഓൺലൈനിൽ കാണുന്ന ഒരു കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ കാണുന്ന കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, ദിസ് ഇസ് ദ ഇയർ ഓഫ് ഗ്ലോറി സോൺ. ഗ്ലോറി സോണിനകത്ത് മരണമില്ല. ഗ്ലോറി സോണിനകത്ത് ആർക്കും മരിക്കാൻ കഴിയില്ല. എവിടെ മഹത്വം ഇറങ്ങി വന്നിട്ടുണ്ടോ, നാം പാടുമ്പോൾ ആ പാടുന്ന വരികൾ നമ്മെ ശുശ്രൂഷിക്കാൻ പോവാണ്. കുടുംബങ്ങൾക്കകത്ത് ആ ശുശ്രൂഷ ഇപ്പോൾ ഉണ്ടാകാൻ പോവാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കരം കോർത്ത് പ്രാർത്ഥിക്കാം. കമോൺ, ചേർന്ന്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഈ ലൈവ് തുടങ്ങുമ്പോൾ, ഈ ലൈവിന്റെ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടാകുന്നതൊന്നും നമ്മുടെ തകർച്ചകൾക്ക് വേണ്ടിയല്ല. ദാറ്റ്സ് അവർ മിനിസ്ട്രി. അത് നമ്മുടെ ശുശ്രൂഷയാണ്. ഹന്നയെ കരയിക്കാൻ ഒരു പെനീനെ ഉണ്ടായതുകൊണ്ടാണ് ശമൂവേൽ ജനിച്ചത്. ഹന്നായെ കരയിപ്പിക്കാൻ, കുത്തുവാക്ക് പറയാൻ, വേദനപ്പെടുത്താൻ സ്വന്തം കുടുംബത്തിനകത്ത് പെനീന ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ദൈവത്തിന് ശക്തനായ ഒരു പ്രവാചകനെ കൊടുക്കാൻ ഹന്നായുടെ ഉദരത്തിന് ദൈവം കരുത്തു കൊടുത്തത്. അതുകൊണ്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊന്നും നമ്മുടെ തോൽവികളല്ല. ദാറ്റ്സ് അവർ മിനിസ്ട്രി. അത് നമ്മുടെ ശുശ്രൂഷകളാണ്. ദൈവം നമ്മെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടത്തി വിടുന്നെങ്കിൽ സാത്താൻ വലിയവരെന്നോ അല്ലെങ്കിൽ നെഗറ്റീവുകൾ വലിയവരെന്നോ നമ്മൾ തോറ്റത് ഇതൊന്നും അല്ല അതിനർത്ഥം. ദൈവം നമ്മെ അതിൽ ട്രസ്റ്റ് ചെയ്യുന്നു. ഇത് വേറെ കുടുംബത്തിൽ വന്നാൽ ചിലപ്പോൾ ആ കുടുംബം അന്നത്തോടെ തകർന്നു പോകും. വേറെ ഒരു കുടുംബത്തിൽ ഇത് സംഭവിച്ചാൽ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ അയൽവാസികൾ ആരെങ്കിലും ഇത് സംഭവിച്ചാൽ അന്നത്തോടുകൂടി ആ കുടുംബം അവിടെ അവസാനിക്കും. പക്ഷെ നിങ്ങളെ ദൈവം അത് ഏൽപ്പിച്ചാൽ നിങ്ങൾ അതിനകത്ത് ജയക്കൊടി പിടിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ട്. നിങ്ങളെ അത് ഏൽപ്പിച്ചാൽ ഇതിനകത്ത് നിങ്ങൾ യേശുവ എന്ന ജയക്കൊടിയെ ഉയർത്തുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ ഈ വരികൾ, ഈ വാക്കുകൾ നിങ്ങൾ ശുശ്രൂഷിക്കുകയാണ്. ഓ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ മറ്റൊരു പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ. അത് എവിടെയായിരുന്നാലും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അഭിഷക്തൻ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, പ്രൊഫറ്റ് ജദിൻ ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോശ ദൈവം ഇരുന്ന ഇരുട്ടിലേക്ക് ചെന്നു. ഇരുട്ടിനകത്തും ദൈവമുണ്ട്. ഏത് സാഹചര്യമെന്നല്ല, അതിനകത്ത് ദൈവമുണ്ട്. യേശുവ, എങ്ങനത്തെ സാഹചര്യം വന്നാലും അതിനകത്ത് യേശുവുണ്ട്. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ,
ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ. തകർന്നിരുന്ന ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തകർന്നിരുന്ന ഭൂമിയിൽ ആരും ഇല്ലാതിരുന്നെന്നല്ല അർത്ഥം. ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല, പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. നമ്മളാരും ചിന്തിക്കരുത് ദൈവം നമ്മെ കൈവിട്ടതാണ്, നമ്മൾ തകർന്നു പോയതാണ്, നമ്മൾ വീണുപോയതാണ്. നോ, അവിടെ ദൈവമുണ്ട്. എൻ്റെ സഹോദര, നിങ്ങൾ ഈ വരികൾ ഇപ്പോൾ ശുശ്രൂഷിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ ശുശ്രൂഷിക്കുകയാണ്. ഒരുമിച്ച് പറയാമോ? ഓ, എന്ത് താഴ്വരയിൽ കൂടെ ഞാൻ പോയാലും ഞാൻ പേടിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. God is with us. ദൈവം നമ്മോട് കൂടെ. ദൈവം കൂടെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്നറിയാമോ? പരിശുദ്ധാത്മാവ് ആ ഭൂമിയെ ബ്രൂഡ് ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ ചൂട് തകർന്നിരുന്ന, കൊളാപ്സ്ഡ് ആയ, ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഭൂമിയിൽ അനുഭവിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ നൃത്തം ചെയ്യുന്നത് മനസ്സിലാക്കിയ ദൈവം പറഞ്ഞു, ഇവിടെ വെളിച്ചമുണ്ട്, ഇവിടെ വെളിച്ചമുണ്ട്. ഹോളി സ്പിരിറ്റ് ഇരുന്ന സ്ഥലത്തെ ഹോളി സ്പിരിറ്റ് സെലിബ്രേറ്റ് ചെയ്തപ്പോൾ പിതാവ് വന്ന് പറഞ്ഞു, ഇവിടെ വെളിച്ചമുണ്ട്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചിലത് ഉളവായി വരികയാണ്. വലിയ മിസ്റ്ററിയാണത്. നമുക്കുള്ള കുടുംബജീവിതം, നമുക്ക് ദൈവം തന്ന സാഹചര്യം, നമ്മെ ദൈവം നടത്തുന്ന രീതികൾ, നമുക്ക് തന്ന ഫ്രണ്ട്ഷിപ്പ്, ഇതിലെല്ലാം നാം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കാരണം ഇമ്മാനുവേൽ, 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 ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ. ഇമ്മാനുവേൽ, 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 ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ. കൂരിരുൾ താഴ്വരയായാലും, കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറിലായാലും എനിക്ക് കൂരിരുൾ താഴ്വരയായാലും, കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറിലായാലും എനിക്കേതുമില്ല. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. God is with us. യേശുവ, യേശുവ, യേശുവ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവ, യേശുവ. പാടാനൊന്നും ഒരു കഴിവും ഇല്ലാതിരുന്നപ്പോ, ഒന്നും അല്ലാതിരിക്കുമ്പോ ഒരു പഴയ ഗിറ്റാർ ഉണ്ടായിരുന്നു, ഒരു ബേസിക് ഗിറ്റാർ. എനിക്കറിയാവുന്ന 2 കോഡ്സ് ഉണ്ട്. ഈ 2 കോഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുന്നത്. ഈ വരികൾ ദൈവം എനിക്ക് തരുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു വീടിനകത്ത്. ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയമാണ്. ആരും ഇല്ലാതിരിക്കുമ്പോഴും പറയാണ്, എന്തിനാണ് ഭയപ്പെടുന്നത്? God is with us. ആ മുഴുവൻ മഹത്വത്തോടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് കൂരിരുൾ താഴ്വര ആയാലും മരണത്തിന്റെ താഴ്വരയായാലും പേടിക്കാനില്ല, ഭയപ്പെടാതെ മുന്നോട്ട് പോകാം. അങ്ങനെ എനിക്ക് അറിയാവുന്ന 2 കോഡ്സുകൾ വായിച്ചാണ് ഈ പാട്ട് പാടുന്നത്. എന്നെന്നും എൻ്റെ നൽസഖിയായി യേശു എൻ്റെ കൂടെയുണ്ട്. എന്നാളും ഈ പ്രേമ ബന്ധം വർദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ മരണത്തിന്റെ താഴ്വരയിൽ കൂടെ പോയാലും, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ പോയാലും എനിക്കത് പേടിക്കാനില്ല. ഓഹോ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവ, യേശുവ, യേശുവ. ആ
വരികൾ പറയുന്ന ഇങ്ങനെയാണ്: എന്നും എന്നും യേശു എൻ്റെ നൽ സഖിയാണ്. അതുകൊണ്ട് എന്നാളും ആ പ്രേമം വർദ്ധിക്കുന്നത് കൊണ്ട്, ഇത് അവസാനിക്കുന്നതല്ല, ഇത് ഫെയ്ഡഡ് ആകുന്നതല്ല, ഈ പ്രേമബന്ധം വർദ്ധിക്കുകയാണ്. God is with us always. അവൻ ഒരിക്കലും നമ്മെ കൈവിടിയുന്നവനല്ല, എപ്പോഴും നമ്മുടെ കൂടെയുള്ളവനാണ്. നിരാശയ്ക്ക് അതുകൊണ്ട് വകയില്ല. ഞാൻ നിരാലംബനായി തീരില്ല, ഞാൻ ദുഃഖിതനായി തീരില്ല. കാരണം ഞാൻ ഏകനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എൻ്റെ കൂടെയുണ്ട്. നിരാശയ്ക്ക് വകയില്ല, നിരാലംബനായി മാറില്ല, ദുഃഖിതനായി ഞാൻ തീരില്ല, ഞാൻ ഏകനല്ല. നിരാശയ്ക്ക് വകയില്ല, നിരാലംബനായി മാറില്ല, ദുഃഖിതനായി ഞാൻ തീരില്ല, ഞാൻ ഏകനല്ല. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൽ താഴ്വരയായാലും, പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൽ താഴ്വരയായാലും എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൽ താഴ്വരയായാലും, പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. എന്നെന്നും നൽ സഖിയായി യേശു എൻ കൂടെയുള്ളതാ. ഓഹോ, എന്നാലും ആ പ്രേമബന്ധം വർദ്ധിക്കുന്നതാ. എന്നെന്നും യേശു നല്ല സഖിയാ, എന്നെന്നും നൽ സഖിയായി യേശു എൻ കൂടെയുള്ളതാ. എപ്പോഴും എപ്പോഴും, ഓ എന്നാലും ആ പ്രേമബന്ധം വർദ്ധിക്കുന്നതാ. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. ഇമ്മാനുവേൽ, 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 യേശുവാ, യേശുവാ, യേശുവാ. ഇമ്മാനുവേൽ, 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 യേശുവാ. ആ വരികൾ പറയാമോ? കൂരിരുൾ താഴ്വരയായാലും, കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൻ താഴ്വരയായാലും, പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൻ താഴ്വരയായാലും, പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൽ താഴ്വരയായാലും, പൊട്ട ഒരു ആക്ഷൻ ഒന്ന് കാണിക്കാം. എനിക്കേതുമില്ല, എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും, മരണത്തിൽ താഴ്വരയായാലും, പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ,
യേശുവാ യേശുവാ യേശുവാ. ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ഇമ്മാനുവേൽ. യേശുവാ യേശുവാ യേശുവാ. ഇമ്മാനുവേൽ 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 ഇമ്മാനുവേൽ. യേശുവാ 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 യേശുവാ. ദാവീദിന്റെ അനുഭവം പറയാൻ ഒത്തിരിയുണ്ട്. ഗത്ത് രാജാവിന്റെ മുമ്പിൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നു ദാവീദ്. വീട്ടിനകത്ത് വേലയില്ല, അവൻ ഒറ്റയ്ക്കാണ്, ചേട്ടന്മാർ അവനെ പരിഗണിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിഷക്തൻ പ്രോഫറ്റ് ബിജി അഞ്ചൽ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, രഹസ്യമായ ജീവിതത്തിൽ ഗോലിയാത്തിനേക്കാളും മല്ലനായ സിംഹത്തെയാണ് ദാവീദ് വലിച്ചു കീറിയത്. ഗോലിയാത്തിനെ കാണുന്നതിന് വലിയ പരിപാടിയൊന്നുമില്ല, ഗോലിയാത്തിനെ എന്തെങ്കിലും ചെയ്യുന്ന വലിയ കാര്യമൊന്നുമില്ല, സിംഹത്തെ വലിച്ചു കീറി. അതിനുശേഷം ദാവീദിന് ജയിക്കേണ്ടി വന്നൊരു മേഖല തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ കൂട്ടു സഹോദരന്മാർ അവന് വില കൊടുത്തില്ല. ആ മേഖലയായിരുന്നു യഥാർത്ഥത്തിൽ ജയിക്കേണ്ടിയിരുന്നത്. ദാവീദിന് ജയിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ മേഖല ഏതെന്നറിയാമോ? തൻ്റെ കൂട്ടുകാരൻ, നീ എവിടെ നിന്ന് വന്നടാ? നിന്നെ ആട് മേയ്ക്കാൻ അയച്ചല്ലേ, നീ എവിടെ നിന്നാ വന്നേ? ഞങ്ങളാണ് യുദ്ധം അഭ്യസിച്ചവർ, നമ്മൾ അഭ്യാസം ഉള്ളവരാണ്, പടച്ചട്ട ഉള്ളവരാണ്, എങ്ങനെയാണ് യുദ്ധം ചെയ്യാനെന്ന് അഭ്യസിച്ച് ആ വസ്ത്രങ്ങൾ ധരിക്കാൻ അറിയാവുന്നവനാണ്, നീ കാട്ടിക്കിടന്ന്. അങ്ങനെയുള്ള സ്വന്തം സഹോദരന്മാരുടെ അവഗണനാതിനെ ജയിക്കുകയായിരുന്നു ദാവീദിന്റെ ഏറ്റവും വലിയ ജയം. ആമേൻ. ആരും പരിഗണിക്കാതിരുന്നപ്പോൾ, അപ്പോഴും മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോഴും ദാവീദ് കിന്നരം വായിച്ച് പാടുകയാണ്, നിരാശയ്ക്ക് വകയില്ല, നിരാലംബനായി മാറില്ല, ദുഃഖിതനായി ഞാൻ തീരില്ല, ഞാൻ ഏകനല്ല. അദ്ദേഹത്തിന്റെ സങ്കീർത്തനം വായിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും പറയാണ്, കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. ജോസഫിനോട് ചോദിച്ച ജോസഫും പറഞ്ഞത് അനുഭവമാണ്, പൊട്ടക്കിണറ്റിൽ ഇട്ടാലും കാരാഗ്രഹത്തിന്റെ കൂരിലായാലും എനിക്കേതുമില്ല. കാരണം അവർ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. അതിനെയാണ് പുതുനിയമം വിളിക്കുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഇത് പാടുമ്പോൾ ഈ വരികൾ ദൈവം നമ്മോട് കൂടെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്, തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഒന്ന് ആക്ഷൻ കൊണ്ട് പാടണം. എനിക്കേതുമില്ല, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ആ കരവോട് എനിക്കേതുമില്ല. നമ്മുടെ സാഹചര്യം എല്ലാം ഒന്ന് കാണട്ടെ, എനിക്കേതുമില്ല. ഉറപ്പോടെ നമ്മുടെ എല്ലാ അറ്റ്മോസ്ഫിയറും കാണുക, പറയണം എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണവലത് കയ്യെടുത്ത് പറഞ്ഞ് എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ഇമ്മാനുവേൽ. യേശുവാ യേശുവാ യേശുവാ. Come on, call out his name. Emmanuel, Emmanuel, Emmanuel. Yeshua, Yeshua, Yeshua. Emmanuel, 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 Emmanuel. Yeshua, Yeshua, Yeshua. Emmanuel, 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 Emmanuel. Yeshua, Yeshua. ഒന്നുകൂടെ സാഹചര്യത്തെ നോക്കി, കൂരിൽ താഴ്വരയായാലും കൂരിൽ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും ഒട്ടക്കിണറതിലായാലും എനിക്കേതുമില്ല. കൂരിൽ താഴ്വരയായാലും
മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്ക് ഒന്നുകൂടെ സാഹചര്യം കാണട്ടെ. ഓ, കൂരിരുൾ താഴ്വരയായാലും മരണത്തിൻ താഴ്വരയായാലും പൊട്ടക്കിണറതിലായാലും എനിക്ക് ഏതുമില്ല. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. യേശുവാ, യേശുവാ, യേശുവാ. 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 ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ. നന്നായിട്ട് പറഞ്ഞു, ദൈവം നമ്മോട്. The God of glory is with us. ദൈവം നമ്മോട് കൂടെ. ഒത്തിരി ഗാനങ്ങൾ നമുക്ക് പാടാനുണ്ട്, ആരാധിക്കാനുണ്ട്. വരും ദിവസങ്ങളിൽ എല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ ഇങ്ങനെ കൂടുന്നതാണ്. WWE വെനസ്ഡേ വർഷിപ്പ് ഈവനിങ് എന്നാണ് അതിന് നമുക്ക് ദൈവാത്മാവ് തന്ന പേരാണ്. WWE വെനസ്ഡേ വർഷിപ്പ് ഈവനിങ്. നമ്മൾ ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാം. നമ്മളൊരു തുടക്കത്തിൻ്റെ ദിവസമായതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകൾ പാടിയ അനുഭവങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ദിവസങ്ങൾ ആരാധനയുടെ അടുത്ത ഡയമെൻഷനിലേക്ക് നമ്മൾ പോകും. സ്വർഗീയ തലങ്ങളിലേക്ക് നമ്മൾ പോകും. സിംഹാസന റൂമുകളിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. യേശുവിനെ അധികമായി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അനുഭവം നമ്മൾ ഉണ്ടാകും. ഈ രാത്രി നമ്മൾ ഒരു പാട്ടും കൂടെ പാടി നമ്മൾ ഇന്നത്തെ വർഷിപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത വെനസ്ഡേ നമ്മൾ ജോയിൻ ചെയ്യും. വരാൻ കഴിയുന്നവരെല്ലാം ജോയിൻ ചെയ്യുക. ഈ പാട്ട് ഒരിക്കൽ ഞാനും എൻ്റെ പിതാവും കൂടി ഞങ്ങൾ എറണാകുളം മിനിസ്ട്രി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ട്രെയിനിനകത്ത് വെച്ച് ഞാൻ കേൾക്കുന്നൊരു പാട്ടാണ്. നേരത്തെ ജോബിൻ ബ്രദർ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള പാട്ടുകൾ കേൾക്കും. അതൊരു ഉച്ച സമയമാണ്. ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് വരുമ്പോൾ അപ്പർ ബർത്തിൽ ഞാൻ കിടക്കുകയാണ്. അതിനകത്ത് കിടക്കുമ്പോഴാണ് ഈ ഒരു പാട്ട് സ്വർഗത്തിൽ ഞാൻ കേൾക്കുന്നത്. അത് ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയുള്ള പാട്ടാണ്. എന്നെ ഒത്തിരി കരയിപ്പിച്ചൊരു പാട്ട്. കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കരയല്ല. യേശുവിൻ്റെ സ്നേഹം എത്ര ഇമ്മൻസ്, എത്ര ആഴമാണ്. നമ്മൾ പലപ്പോഴും നമുക്കെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക. അല്ലാത്തപ്പോൾ എന്ത് കാര്യത്തിലായാലും നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ അങ്ങ് മറന്നുപോകും. നമ്മളെടുത്ത് ഒത്തിരി തീരുമാനങ്ങൾ ഉണ്ടായേക്കാം, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒത്തിരി ബൈബിൾ വായിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ ബിസി ആയിക്കഴിഞ്ഞാൽ, അത് മിനിസ്ട്രിയിലാകട്ടെ, അത് മറ്റ് കാര്യങ്ങളിലാകട്ടെ, നമ്മുടെ പഠിത്തത്തിലാകട്ടെ, നമ്മുടെ ജോലികളിലാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കാര്യങ്ങളിലാകട്ടെ, എന്തിലും നമ്മൾ ബിസി ആകുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോവാം. പക്ഷെ അപ്പോഴും ആ സ്നേഹം നമ്മെ മറച്ചു പിടിക്കുകയാണ്. എത്രമാത്രം സ്നേഹമാണ്. ഒരിക്കലും എന്നെ കരയിച്ചൊരു ചിത്രം ഞാൻ 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ പറയാൻ എനിക്ക് ഒത്തിരി മടിയുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ആ വാക്ക് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു രാത്രി ഇതുപോലെ ഞാനും ദൈവവുമായി സീക്രട്ട് ടൈമുകൾ ഞാൻ സമയം കൊടുക്കാറുണ്ട്. രാത്രികളിലാകട്ടെ, ഉറങ്ങുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഇതല്ലാത്തൊരു സമയം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി മീറ്റിങ്ങിന് വേണ്ടി പോകുന്നു, ഒത്തിരി യാത്രകൾ ചെയ്യാറുണ്ട്. ഒറ്റയ്ക്കൊരു സമയം കിട്ടുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എത്ര സമയം ഒറ്റയ്ക്ക് കിട്ടുമോ ഞാൻ അത്ര സമയം എൻ്റെ സ്പിരിറ്റ് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അല്ലാതുള്ള സമയങ്ങൾ വരുമ്പോൾ, മീറ്റിങ്ങുകൾക്ക് വേണ്ടി യാത്രയാകുമ്പോൾ, ഒത്തിരി കാര്യങ്ങൾ, ഇതൊക്കെ കണക്റ്റായാണ് ഈ വരികൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നതും ഈ അനുഭവമായിട്ട് ദൈവം എന്നെ കണക്ട് ചെയ്യുന്നു. ആ രാത്രി ഉണ്ടായൊരു അനുഭവം, ഒരു നായ്ക്കുട്ടിയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിച്ചിട്ട് പോലും, കല്ലെടുത്തെറിഞ്ഞ വേദന ഉണ്ടായിരിക്കുമ്പോൾ പോലും അത് നമ്മുടെ നായ്ക്കുട്ടി ആയതുകൊണ്ട് അത് വാലാട്ടി പുറകെ വരുന്നു. ക്ഷമിക്കണം ഈ വാക്ക് പറഞ്ഞത്. ഇതുപോലെ നമ്മൾ ഭയങ്കര തിരക്കായിട്ട് യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ പോലും ഈസ് ഓൾവേസ് വിത്ത് അസ്. അവൻ എപ്പോഴും നമ്മോട് കൂടെ ആയിരുന്നു. നമ്മെ മറച്ചു പിടിക്കുകയായിരുന്നു, നമ്മെ കൂടെ നിർത്തുകയായിരുന്നു, നമ്മെ മാറോട് ചേർത്ത് പിടിക്കുകയായിരുന്നു. ബിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വസ്ത്രം അശുദ്ധമായപ്പോഴും അടുത്ത ദൂതനെ വിട്ട് വേഗം മറച്ചു പിടിച്ച് വസ്ത്രത്തെ മാറ്റുകയായിരുന്നു. He is always with us.
എത്ര നമ്മൾ തിരക്ക് പോയാലും, പ്രത്യേകിച്ച് നമുക്ക് തിരക്ക് മിനിസ്ട്രിയിലാണ്. നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവത്തിൻ്റെ തന്നെ മിനിസ്ട്രി അല്ലേ? യെസ്, കറക്റ്റാണ്, മിനിസ്ട്രി എല്ലാം ദൈവത്തിൻ്റെതാണ്. പക്ഷേ ദൈവവുമായിട്ട് നമ്മൾ സമയം ചെലവിടണം, ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കണം. അതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒറ്റയ്ക്ക് ദൈവമായിട്ട് സമയം ചെലവിടാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ആ വരികളാണ് അടുത്ത് നമ്മൾ പാടാൻ പോകുന്നത്. നമ്മൾ ചേർന്ന് പാടാം. എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല ഒരു നാളിലും, എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല ഒരു നാളിലും. താങ്ക് യു ജീസസ്. അങ്ങയോട് എനിക്ക് ഒത്തിരി സ്നേഹമാണ്, അങ്ങയോട് എനിക്ക് ഒത്തിരി പ്രിയമാണ്. വാ, താങ്ക് യു ജീസസ്. മതിമറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോഴും, മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. മതിമറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോഴും, മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. മതിമറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോഴും, മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. മതിമറന്ന് ലോകത്തിൽ ജീവിച്ചപ്പോഴും, ഈ ലോകവും എർത്തും രണ്ടും രണ്ടാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും ആ രീതിയിൽ നമ്മൾ വായിക്കണം. ലോകം കത്തി നശിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഭൂമി കത്തി നശിക്കും. അങ്ങനെ കുറെ വാക്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്, ട്വിസ്റ്റുകളായിട്ടുള്ള ഒത്തിരി വാക്യങ്ങൾ കിടപ്പുണ്ട്. ലോകമല്ല ഭൂമി പറഞ്ഞാൽ വേൾഡ് അല്ല എർത്ത്. എർത്ത് വേറെയാണ്, വേൾഡ് വേറെയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, കള്ളത്തരങ്ങളാൽ രൂപപ്പെടുന്നതാണ് ഡാർക്ക്നെസ് വേൾഡ്. അവർക്ക് എപ്പോഴും കള്ളത്തരം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിന്റെ മേൽ രോഗമുണ്ട്, അതുണ്ട്, ഇല്ലായ്മകളാണ്, നിന്റെ മേൽ അതുണ്ട്. കള്ളത്തരങ്ങളാൽ സ്ഥാപിതമാകുന്നതാണ്, എസ്റ്റാബ്ലിഷ് ആകുന്നതാണ് ഡാർക്ക്നെസ്, ഇരുട്ടിൻ്റെ വേൾഡ്. അന്ധകാരത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോളിസി എപ്പോഴും കള്ളത്തരങ്ങളായിരിക്കും. നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കള്ളത്തരത്താലുള്ള സാത്താനെ നമ്മൾ ജയിച്ചവരാണ്. നമ്മൾ അത് ജയിച്ചതിന് ശേഷം ജനിക്കപ്പെട്ടവരാണ്. എന്നാൽ രണ്ടാമതൊരു ലോകമുണ്ട്, അത് ഫാക്റ്റുകളായിട്ടുണ്ടായ ലോകമാണ്. ഫാക്റ്റിന് മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, നമുക്കുണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങൾ. നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മൾ. സത്യം ആണ് ദൈവരാജ്യത്തെ ഉണ്ടാക്കുന്നത്. ദൈവരാജ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയത് ട്രൂത്ത് വഴിയാണ്. സത്യമാണ് ദൈവരാജ്യത്തിനകത്തുള്ളത്. പക്ഷേ നമ്മുടെ ലൈഫ് കള്ളത്തരം പറയുന്ന സാത്താനിക ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും സാഹചര്യത്താൽ ഉണ്ടാകുന്ന മറ്റൊരു ലോകത്തിൽ എവിടെയൊക്കെയോ കുടുങ്ങിക്കിടപ്പുണ്ട്. സത്യത്തിനേക്കാൾ ഉപരിയായി നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാറുണ്ട്. യാഥാർത്ഥ്യത്തെക്കാൾ പവറാണ് സത്യം. അപ്പൊ ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പാടുന്ന വരി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫ്ലഷ്ലി ഡിസയേഴ്സ് മാത്രമല്ല, സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുക എന്നാണ് ലോകത്തിന്റെ അർത്ഥം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ മദ്യപാനി അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാൻ പോവുക, ഇതൊന്നും അല്ല ലോകം. സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് വേൾഡ്. അപ്പോൾ മിനിസ്ട്രിക്കകത്ത് കിടക്കുമ്പോഴും ദൈവസാന്നിധ്യമല്ലാതെ നമ്മുടെ സാഹചര്യത്തിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതാണ് ലോകം. ആ വരിയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മതിമറന്ന് ലോകത്തിൽ ജീവിച്ചപ്പോഴും എന്നെ മാറോട് ചേർത്ത് പിടിച്ച് മാറിടാതെ ആ പൊൻകരം ആ വരികളൊന്നും ചേർന്ന് പാടാമോ? മതിമറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോഴും, മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. മതിമറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോഴും, മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. മതിമറന്നു ലോകത്തിൽ ഞാൻ ജീവിച്ചപ്പോഴും, മാറിയില്ല പൊൻകരം എന്നെ ചേർത്തണച്ചുവല്ലോ. അതിന്റെ അടുത്ത സ്റ്റാൻസ പറയുന്നത് ഇങ്ങനെയാണ്. അതൊത്തിരി പ്രാധാന്യതയുണ്ട്. ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ഒത്തിരി പൊസിഷനുകളുണ്ട്, ഒത്തിരി സ്ഥാനങ്ങളുണ്ട്. തെറ്റുകളൊന്നും ചെയ്യാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. മൈക്ക് പിടിച്ചിരിക്കുന്ന ഞാനടക്കം, ശുശ്രൂഷ ചെയ്യുന്നവർ ഞാനടക്കം.
അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചപ്പോൾ പോലും ദൈവം നമ്മെ മറച്ചു പിടിച്ചിട്ട് ഒരിക്കലും നമ്മുടെ മേലുള്ള മാന്യതയുടെ സ്ഥാനം ദൈവം കളഞ്ഞിട്ടില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മളൊക്കെ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നവരാണ്, ഒത്തിരി മിസ്റ്റേക്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരിടത്തും ദൈവം നമ്മുടെ പൊസിഷനെ മാറ്റിയിട്ടില്ല. ദൈവം നമ്മുടെ പൊസിഷനെ മാറ്റിയിട്ടുണ്ടോ? ഇല്ല. പൊസിഷനുകളെ മാറ്റാതെ മാന്യതയുടെ പദവിയിൽ അപ്പോഴും നിർത്തിയതാണ്. അതാണ് അടുത്ത സ്റ്റാൻസ് പറയുന്നത്. താങ്ക് യു ജീസസ്. ഓ താതനിഷ്ടം മറന്നുപോയി ഞാൻ ജീവിച്ചപ്പോഴും, തള്ളിടാതെന്നെ മാന്യനാക്കിയവൻ കൃപയതേ. താതനിഷ്ടം മറന്നുപോയി ഞാൻ ജീവിച്ചപ്പോഴും, തള്ളിടാതെന്നെ മാന്യനാക്കിയ താതനിഷ്ടം മറന്നുപോയി ഞാൻ. താതനിഷ്ടം മറന്നുപോയി ഞാൻ ജീവിച്ചപ്പോഴും, തള്ളിടാതെന്നെ മാന്യനാക്കിയവൻ കൃപയേ. പിരിയാ കഴിയില്ലൊരു നാളിലും, മറക്കാൻ കഴിയില്ല എനിക്ക്, മറക്കാൻ കഴിയില്ലൊരു നിമിഷവും, ഒരു നിമിഷവും എനിക്ക് പിരിയാൻ കഴിയില്ല. പിരിയാൻ കഴിയില്ലൊരു നാളിലും, മറക്കാൻ കഴിയില്ലൊരു അങ്ങേ മറന്നുപോയിട്ടും, അങ്ങേ മറന്നുപോയിട്ടും എന്നെ മാറോടണച്ചവനെ, അങ്ങേ തള്ളിക്കളഞ്ഞിട്ടും എന്നെ താലോലിച്ചവനെ, അങ്ങേ മറന്നുപോയിട്ടും എന്നെ മാറോടണച്ചവനെ, അങ്ങേ തള്ളിപ്പറഞ്ഞിട്ടും എന്നെ താലോലിച്ച് പിരിയാൻ കഴിയില്ല എനിക്ക്. പിരിയാൻ കഴിയില്ലൊരു നാളിലും, മറക്കാൻ കഴിയില്ല എനിക്ക്, മറക്കാൻ കഴിയില്ലൊരു നിമിഷം. പിരിയാൻ കഴിയില്ലൊരു നാളിലും, മറക്കാൻ ദൈവത്തിന്റെ ഇഷ്ടം പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടും മാന്യതയുടെ പദവികളിൽ തന്നെ നമ്മെ തുടർമാനമായി നിർത്തിയ കർത്താവേ, താതനിഷ്ടം മറന്നുപോയപ്പോഴും തള്ളിടാതെ ഞങ്ങളെ മാന്യതയുടെ പദവികളിൽ നിർത്തിയ, മറച്ചു പിടിക്കുന്ന നല്ല സ്നേഹം, മറയ്ക്കുന്ന നല്ല സ്നേഹം, മഹത്വത്തിനകത്ത് നിർത്തുന്ന, കുറ്റം കൂടാതെ ആ തേജസ്സിന്റെ മുൻപാകെ നമ്മെ നിർത്തുന്ന സ്നേഹം, ആ ഇന്റിമസിയിൽ ഞങ്ങൾ വളരട്ടെ. ആ മുഖാമുഖമായ ബന്ധം തുടർമാനമാകട്ടെ. അതേതോ മണിക്കൂറുകൾ മാത്രമുള്ള അനുഭവമല്ല, ഞങ്ങളുടെ ജീവിത ശൈലിയാകട്ടെ. ഒരു വർഷിപ്പ് കൾച്ചർ, ഒരു കിങ്ഡം കൾച്ചറിലേക്ക് ഞങ്ങളുടെ ജനത്തെയും ഞങ്ങളുടെ പട്ടണത്തെയും മുഴുവൻ ദൈവം കൊണ്ടുപോകണമേ. മഹത്വം വരുമ്പോൾ മറഞ്ഞു കിടക്കുന്ന ദൈവിക നന്മകൾ വെളിയിൽ വരുമല്ലോ. മഹത്വം വരുമ്പോൾ കേരളത്തിനകത്ത് കിടക്കുന്ന സമ്പത്ത് ദൈവരാജ്യത്തിന് വേണ്ടി വെളിപ്പെട്ട് വരുമല്ലോ. മഹത്വം വരുമ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ശേഷിയുള്ളവരായി ഇന്ത്യക്കകത്ത് കിടക്കുന്ന സമ്പത്തുകൾ റിവീലാകുമല്ലോ. ഈ ഗ്ലോറിയെ കൊണ്ടുവരുന്ന ആരാധകന്മാർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്റിമസിയിൽ സഞ്ചരിക്കുന്ന ആരാധകന്മാർ എഴുന്നേൽക്കട്ടെ. ആഴമായ ബന്ധത്തിലുള്ള ആരാധനകൾ ഉണ്ടാകട്ടെ. ഞങ്ങൾ അങ്ങനെ തരുന്നു കർത്താവേ. ഞങ്ങളെ മുഴുവൻ ഈ ലൈവ് എപ്പോഴെല്ലാം കാണുന്നുവോ, ഈ വീഡിയോ എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ ശബ്ദം കേൾക്കുന്നുവോ, എവിടെയെല്ലാം, അത് ആശുപത്രികൾക്കകത്താകട്ടെ, വീടിനകത്താകട്ടെ, വാഹനങ്ങൾക്കകത്താകട്ടെ, എവിടെയായാലും the thickness of your presence, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഘനം അവർ അനുഭവിക്കട്ടെ. വീണ്ടും ഞങ്ങളെ മഹത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണമേ. അടുത്ത ഡൈമെൻഷനുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞങ്ങളിതാ വരുന്നതാണ് അങ്ങേ കാണാൻ.